الله وبالله وعلى الله فليتوكل المؤمنون اللهم اجعل كيدهم في نحورهم واكفنا شرورهم حسبي الله وكفى سمع الله لمن دعا ليس وراء الله منتهى حسبنا الله ونعم الوكيل اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനിൻ്റെ ആളുകളാണ് നമ്മളെല്ലാവരും. സമൂഹത്തിൽ നിന്ന് സങ്കടപ്പെട്ട് മാറി നിൽക്കേണ്ട ആളുകളല്ല നമ്മൾ. ഈ ഉമ്മത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്നതെന്താണോ അത് ചെയ്തുകൊണ്ടേയിരിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കുകയും മനസ്സിലാക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇന്ന് സ്കൂൾ പ്രവൃത്തി ദിവസമായതുകൊണ്ട് ഈ വന്നിരിക്കുന്നത് ഭൂരിഭാഗവും രക്ഷിതാക്കളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വാപ്പാരാണ്, ഉമ്മാരാണ്, വല്ലിപ്പാരാണ്, വല്യന്മാരാണ്. ഈ 4 വിഭാഗം ആൾക്കാരാണ് ഈ സദസ്സിലുള്ളത്. കുട്ടി നന്നാവാൻ വാപ്പ മുതൽ നോക്കിയാൽ പോരാന്നാണ്, വല്ലിപ്പ മുതൽ നോക്കണം. അൽ-കഹ്ഫ് സൂറത്തിൽ മൂസ നബി അലൈഹിസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാമും യാത്ര ചെയ്യുമ്പോൾ ഖിദ്ർ നബി ഒരു മതിൽ നന്നാക്കി കൊടുത്ത പുറത്തുനിന്ന് ആരോ സംസാരിക്കുകയുണ്ട്. അവരത് ഒഴിവാക്കിയിട്ട് സദസ്സിലേക്ക് ഇങ്ങോട്ട് വരണം. ഞാൻ അങ്ങനെ കയറി വരുമ്പോൾ കോണിൻ്റെ അവിടേക്ക് ശബ്ദം കേൾക്കുന്നില്ല. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടാക്കണം. അല്ലെങ്കിൽ അവർക്ക് അകത്തേക്ക് കടന്നിരിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണം. എൻ്റെ വർത്താനം അത്ര ഒച്ച ഉണ്ടാവുള്ളൂ. ബാക്കി നിങ്ങൾ ശ്രദ്ധിക്കണതിനനുസരിച്ച് മനസ്സിലാകും. ഇല്ലെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പെരേ പോയിട്ട് പിന്നെ കേൾക്കേണ്ടി വരും. വേറെ രക്ഷയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ റോഡ് സൈഡിലാണുള്ളത്. അതുകൊണ്ട് വണ്ടികളിങ്ങനെ പോവും. നിങ്ങളും റോഡ് സൈഡിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് വണ്ടിൻ്റെ ഒച്ചയൊക്കെ അപ്പം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇൻ്റെ ഒച്ചയേക്കാനാണ് വന്നത് വെച്ചാൽ ഞാൻ പറയണത് നോക്കിങ്ങാണ്ട് ഇന്നെ ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കണം. അപ്പോഴേ എൻ്റെ ഒച്ച കേൾക്കുള്ളൂ, അപ്പോഴേ ഞാൻ പറഞ്ഞത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ 12:30 വരെ സംസാരിക്കാമെന്നാണ് ഇവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് പോകേണ്ടവരുണ്ടെങ്കിൽ ഇപ്പം തന്നെയാണ് പോവുകയിക്കാരം നല്ലത്. ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ പോയിങ്ങാണ്ട് ബാക്കിയുള്ളവരെ സ്വീപ്പാക്കണ്ട. ഷുഗറുള്ളവർക്ക് മൂത്രയിക്കാൻ പോകണതിന് ഇതൊട്ട് തടസ്സമല്ല. ഓർക്ക് മുട്ടുമ്പോൾ പോകാവുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞില്ലേന്ന് കരുതിയിട്ട് ഷുഗറുള്ളവർ ഇരുന്നോടത്തിരുന്ന് മൂത്രയിക്കാനൊന്നും നിൽക്കണ്ട. ഓര് പോയി മൂത്രയിച്ച് വന്നോളി, അതിനൊന്നും കുഴപ്പമില്ല. ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഇരുന്ന് ചെയ്തോളി, ഞാൻ ഒന്നും പറയില്ല. തല രേശം താത്തി പിടിച്ചാൽ മതി, ഒച്ച കുറച്ചാൽ മതി, അതിനൊന്നും കുഴപ്പമില്ല. ഇന്ന് സത്യത്തിൽ നമുക്ക് രക്ഷിതാക്കളോട് കുട്ടികളെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല ദിവസമാണ്. കാരണം സ്കൂളിലെ ദിവസമാണ്. ഇങ്ങനത്തെ ദിവസമാണ് ശരിക്ക് രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കാൻ ഏറ്റവും നല്ലത്. കാരണം കുട്ടികളുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ രക്ഷാകർതൃ സംഘമാണെന്ന് പറഞ്ഞാൽ ചെന്ന് നോക്കുമ്പോൾ കാണാൻ കുറേ കുട്ടികൾ. ഒരു ഭാവിയിൽ രക്ഷിതാക്കളാവും, പക്ഷെ 18 കൊല്ലം കഴിഞ്ഞിട്ടുമാണെന്ന് മാത്രം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇപ്പോഴുള്ള ആൾക്കാരോടാണ് പറയേണ്ടത്. 18 കൊല്ലം കഴിഞ്ഞാൽ പറയേണ്ട മാറ്ററും ഇപ്പോൾ പറയേണ്ട മാറ്ററും ഒന്നല്ല, വ്യത്യാസം ഉണ്ടാവും. 18 കൊല്ലം കഴിയേണ്ട 1 കൊല്ലം കൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറും, അവരുടെ പ്രവർത്തനക്ഷമത മാറും, എല്ലാം മാറും, സാമ്പത്തിക സ്ഥിതി മാറും,
എല്ലാം ഒരു കൊല്ലം കൊണ്ട് തന്നെ മാറി വരും. കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് ഈ കൊല്ലം പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ, ആൾക്കാർ നന്നാകുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. കാലഘട്ടം വസാതായിട്ടുണ്ട്, ആൾക്കാരൊക്കെ കേടുവന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, നേരാകാൻ പോണില്ല എന്നത് ശൈത്താൻ പറഞ്ഞു തരുന്ന വർത്തമാനമാണ്. അതിൽ നമ്മൾ പെടരുത്. കാലഘട്ടത്തിന് ഒന്നും പറ്റിയിട്ടില്ല. ഈസാ നബി പടഞ്ഞ് വരാണ്ട്, മഹ്ദി ഇമാം വരാണ്ട്, ഇസ്ലാമിക ഭരണം നടക്കാനുണ്ട്. ഇതൊക്കെ ഇനി ഈ ലോകത്ത് നടക്കാനുള്ളതാണ്. കാലഘട്ടത്തിനൊരു കുഴപ്പമില്ല. പണ്ടും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു മാറ്റമില്ല. പിന്നെന്തേ, എല്ലാ കാലഘട്ടത്തിലെയും നന്നാകൽ ഒരേമാതിരി ആവില്ല, വ്യത്യാസം ഉണ്ടാവും. എല്ലാ കാലത്തെയും മുഅ്മിനീങ്ങൾ ഒരേപോലെ അല്ല, എല്ലാ കാലത്തെയും സ്വാലിഹീങ്ങൾ ഒരുപോലെയല്ല, എല്ലാ കാലത്തെയും മുത്തഖീങ്ങൾ ഒരുപോലെയല്ല, എല്ലാ കാലത്തെയും സ്വാബിരീങ്ങൾ ഒരുപോലെയല്ല, എല്ലാ കാലഘട്ടത്തിലെയും മുതവക്കിലീങ്ങൾ ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. ഇന്നത്തെ കാലത്തെ മുത്തഖിയായി ജീവിക്കാൻ ഞമ്മക്കും നമ്മളെ മക്കൾക്കും കഴിയണം. ഏതാ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ? ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2022 ഞാൻ പ്രധാനമായും വിലയിരുത്തിയത് 3 സംഭവമാണ്. ഒന്ന്, കളിക്കാൻ ടർഫിക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു സംഭവമാണ്. രണ്ടാമത്, ഇപ്പോൾ 2022 ഞാൻ മനസ്സിലാക്കിയ രണ്ടാമത്തെ ഒരു സംഗതി, തറാവി കഴിഞ്ഞാൽ അച്ചാർ തിന്നാൻ പോവുക. അതാണ് പിന്നെ ഞാൻ കണ്ട ഈ 22 കണ്ട വേറെ സംഭവം. ഞാൻ കണ്ട അല്ലാത്ത നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ വയലുതരാനുള്ള അവസരം എനിക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ പറഞ്ഞോളി. ഞാൻ കണ്ട ഈ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ടൗസർ ഇട്ടുങ്ങാണ്ട് അങ്ങാടി കൂടി നടക്കുക. ഇതൊക്കെയാണ് 2022 മാറ്റം. ഇതിൽ നല്ല മനുഷ്യന്മാരുണ്ടാവുന്ന ഞാനീ പറയണത്. ഇതിലൊക്കെ നല്ല മനുഷ്യന്മാരുണ്ടാവും. കളിക്കാൻ ടർഫിക്ക് പോണതിൽ നല്ല മനുഷ്യന്മാരുണ്ടാവും. ഏതാ അയിത്ത നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ അവിടുന്ന് കയറി പോരും. അതാണ് അയിത്ത നല്ല മനുഷ്യൻ. അല്ലാതെ പോകാത്തവനല്ല. പോകാത്തതുണ്ടെങ്കിൽ ഉഷാർ തന്നെയാണ്. പക്ഷേ അതിന് പരിശ്രമിക്കുന്നതിനേക്കാൾ ആ മഗ്‌രിബ് ബാങ്കിൻ്റെ നേരത്തൊന്ന് നിർത്തിങ്ങാണ്ട് ഒരു മഗ്‌രിബ് നിസ്കരിച്ച് കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു കൽബി നമുക്ക് ഉണ്ടാവണം. ഇതാണ് ചെറിയ മാറ്റം. ഇതിനെ വലിയ മാറ്റമായി നമുക്ക് കാണാൻ പറ്റണം. എല്ലാ കാലഘട്ടത്തിലെയും മുത്തഖീങ്ങൾ ഒരേമാതിരി അല്ല. ഈ കാലത്തെ മുത്തഖി എന്ന് പറഞ്ഞാൽ കളിക്കാൻ ടർഫിക്ക് പോകുന്നുണ്ടെങ്കിലും മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നായ്ക്കൾ കൂക്കും പോലെ കൂക്കണില്ല എങ്കിൽ മുത്തഖിയാണ്. ടൗസർ ഇട്ടുങ്ങാണ്ട് നടക്കുന്നുണ്ടെങ്കിലും അങ്ങാടിക്ക് വരുമ്പോൾ അതിൻ്റെ മേലെ കൂടി ഒരു തുണിയും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ ആൾ മുത്തഖിയാണ്. തറാവി കഴിഞ്ഞിട്ട് അച്ചാർ തിന്നാൻ പോകുന്നുണ്ടെങ്കിലും ഒച്ചയിടണില്ല, എന്നാൽ ആൾ മുത്തഖിയാണ്. ഇങ്ങനെയാണ് എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും. ഈ കാലത്തെ നല്ല മനുഷ്യന്മാരെ ഉണ്ടാക്കി തീർക്കലാകുന്നു നമ്മുടെ ഡ്യൂട്ടി. ഇതിനെന്തുവാണെന്ന് നിങ്ങൾ കുറച്ച് കാലേ കൂട്ടി ചിന്തിക്കണം. ഇപ്പോൾ വന്നതെന്താണ് എന്ന് ആലോചിക്കുന്നതിനേക്കാൾ ഇനി വരാനുള്ളത് എന്താണ് എന്നത് ആലോചിക്കണം. ഇനിയിപ്പോൾ വരാനുള്ളത് സ്കൂളുകൾ കോളേജുകളിലൊക്കെ ടൂറാണ് ഇനി വരാനുള്ളൊരു സംഭവം. ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ളിടത്തും കൂടിയും ടൂറ് വരും. ടൂറ് വരുമ്പോൾ എന്താ നമുക്കുള്ള ഒരു കുട്ടികളെ കൂടിയും ടൂറ് പോയി വന്നതിൻ്റെ ശേഷം ആ പോയത് ശരിയായില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. അതേസമയത്ത് ഓല് പോകണതിൻ്റെ മുന്നേ പറയണം, കുട്ടികളെ ടൂറിൻ്റെ സമയമാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നായിട്ട് പോകരുത്, ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പാണ് ടൂറ് പോകേണ്ടത്. ശരിക്ക് ടൂറ് പോകണം, പോകണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ദുനിയാവൊക്കെ നടന്ന് കാണണം, അതൊരു ഇബാദത്തുമാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ദുനിയാവ് മൊത്തം നടന്ന് കാണലൊരു ഇബാദത്താണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് വേണം, ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പം പോകാൻ പറ്റുന്നിടത്തേക്ക് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒപ്പം പോയിട്ട് കാണണം. ഒരു കുഴപ്പം പറ്റില്ല. അതിന് ബാപ്പാക്കും ഉമ്മാക്കും കുട്ടികളായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് പോകാനുള്ളൊരു ഒഴിവ് വേണം. അതിന് ഇടയ്ക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൻ്റെ ഷട്ടർ താത്തിയിട്ടുങ്ങാണ്ട് കുട്ടികളൊപ്പം ചോറ് വെച്ചാണ്ട് എടുക്കലൊന്ന് പോകണം.
ഇതന്നെ അതിനൊഴിവില്ലാതെ വരുമ്പോഴാണ് ഓർക്ക് ആരെയിലൊപ്പം പോകണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ടൂറാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു കാര്യം. വന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളതിനെക്കുറിച്ച് പറയണം. പ്രണയങ്ങൾ ആരംഭിക്കുന്നത് ടൂറിൽ നിന്നാണ്. പ്രണയം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. പോക്കൊക്കെ നല്ല ഉഷാറിലേക്കാരം. ഞാൻ ഇപ്പോൾ ഏകദേശം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കുന്ന ഒരാളാണ്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം, തമിഴ്നാടിൻ്റെ മലയാളികൾ താമസിക്കുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ യാത്ര ചെയ്യുന്ന ആളാണ്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. നമ്മളെ പെരേന്ന്, നമ്മളെ സ്കൂളിൽ നിന്ന്, നമ്മളെ കോളേജിൽ നിന്ന് നല്ല ചുരിദാറും മഫ്തിയിട്ട് ഇറങ്ങിയ കുട്ടി താമരശ്ശേരി എത്തുമ്പോഴേക്ക് ജീൻസ് പാൻറ്റും ടീഷർട്ടും ആക്കി മാറ്റുന്നു പെൺകുട്ടി. കണ്ണുകൊണ്ട് കാണുന്നതാട്ടോ, പറഞ്ഞിട്ട വിവരമല്ല. 3 ദിവസം മുമ്പ് ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പമ്പിൽ മൂത്രയിക്കാനും വണ്ടിയിൽ എണ്ണടിക്കാനും കൂടിയും കയറിയപ്പോൾ ആണുങ്ങളെ മൂത്രപ്പെരയെന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഇറങ്ങി വരുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടു. പേര് മാപ്പിളാര പേരാണ്. പേര് മാപ്പിളാര പേരാ. ഇത് സത്യമാണ്. നുണ പറഞ്ഞുങ്ങാണ്ട് നിങ്ങളോട് വയത് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. ഇത് ഒരു രംഗമല്ല, നിരവധി രംഗം. ആ കുട്ടികളും പോകുന്നത് എത്തിയും കുട്ടിയല്ല, വാപ്പി ഇമ്മി ഉള്ളിടത്തു നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. വാപ്പി ഇമ്മി ഹയാത്തുള്ള ആൾക്കാർ മുന്നിൽ നിന്ന് പോകുന്നതാണ്, അല്ലാതെ എത്തിയും കുട്ടികളൊന്നല്ലത്. എന്തേ വിഷയം? നമുക്കൊരു ബോധവും ഇല്ലാതാകുന്നുണ്ട്, ഒരു ചിന്തയും ഇല്ലാതെയാകുന്നുണ്ട്. പ്രണയത്തിൽ ഒരു പെൺകുട്ടി ചാടിപ്പോവുകയാണെങ്കിൽ ചാടിപ്പോകുന്നതിൻ്റെ മുമ്പ് 5 കൊല്ലം ഉണ്ടാവുമെന്നാണ്. അങ്ങനെയാണ് കണക്ക്. ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല. ചാടണതിൻ്റെ ഇടയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമുണ്ടായിരിക്കും. ഈ 5 കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും ഞാൻ പ്രേമിക്കുന്നുണ്ട് എന്ന വിഷയം ഈ കുട്ടി ഉമ്മാൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കും. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഇന്ന് പ്രേമിച്ച് നാളെ ചാടൂല. ചാട്ടത്തിൻ്റെയും പ്രണയം തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ 5 വർഷമുണ്ടായിരിക്കും. ഈ 5 കൊല്ലത്തിനിടയിൽ ഏറ്റവും ചുരുങ്ങിയത് പ്രേമിക്കുന്ന കുട്ടി, ആണാവട്ടെ പെണ്ണാവട്ടെ, ഉമ്മാൻ്റെ ശ്രദ്ധയിലേക്ക് എനിക്ക് ഒരാളുമായി പ്രണയമുണ്ട് എന്ന കാര്യം 5 തവണയെങ്കിലും കൊണ്ടുവരും. എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? ഉമ്മയും കുട്ടികളും തമ്മിലുള്ള ബന്ധം എന്നത് അവസാനിക്കാത്ത ബന്ധമാണ്. നമ്മളെ കയ്യമ്മ ഇവിടെ ഒരു മുറി ഉണ്ടായാൽ, ആ മുറി ഉണ്ടായടുത്ത് ഒരു കുഴി ഉണ്ടായാൽ, ഈ മുറി ഉണങ്ങിയാൽ ആ കുഴി തൂരും. ഈ മുറി ഉണങ്ങിക്കഴിഞ്ഞാൽ ആ കുഴി തൂരും. ഇങ്ങനെ കുഴി തൂർന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ പഴയ പോലെ തൊലി വന്നിട്ട് നമ്മുടെ ശരീരം പോലെ ആയി മാറും. എന്നാൽ നമ്മളെ മേത്ത് ഒരു മുറിൻ്റെ പാട് തൂരാതെ നിലനിൽക്കുന്നുണ്ട്. അത് പൊക്കിളിൻ്റെ കുഴിയാണ്. എന്താ കാര്യം? ആ പൊക്കിൾ കൊടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബന്ധം അവസാനിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഉമ്മാക്ക് സൂചന കൊടുക്കാതെ ഒരു കുട്ടിയും ചാടൂല. അത് ഉമ്മാക്ക് ശ്രദ്ധിക്കാനുള്ള ഒഴിവ് വേണം, എന്നാലേ പറ്റുള്ളൂ. ഒരു ദിവസം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി വന്നിട്ട് ഉമ്മാട് പറഞ്ഞു, ഉമ്മ, ഞങ്ങളെ സ്കൂളിൽ നല്ല തടിച്ച ഒരു കുട്ടിയുണ്ട്, ഓ നല്ലോണം പഠിക്കും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്നാൽ ഈ സ്കൂളിൽ ഒരു തടിച്ച കുട്ടി ഉണ്ടാകുന്നതിന് നമ്മളാരും എതിരല്ല, ഓ നന്നായി പഠിക്കണേനും നമ്മളാരും എതിരല്ല. പക്ഷേ തടിയനായ പഠിക്കുന്ന ഒരു സ്കൂളിലെ ഒരു ആൺകുട്ടിയെ എൻ്റെ കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള പെണ്ണിൻ്റെ പേരാണ് ഉമ്മ എന്ന് പറയണത്. അതിനെ ഉമ്മ എന്ന് പറയുള്ളൂ, സൂചനയാണ്. 9:35 സ്ഥിരമായി സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി ഒരു ദിവസം ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു, ഇമ്മ, നാളെ മുതൽ ഞാൻ 9:45 ബസ്സിനാണ് പോണത്. എന്താ മോളെ, 9:35 ബസ്സിന് പോയിരുന്ന നീ നാളെ മുതൽ 9:45 ബസ്സിനാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, 9:45 ബസ്സിൽ തിരക്ക് കുറവാണുമ്മ, അതിന് പോയാലും 10 മണിക്ക് ബെല്ലടിക്കുമ്പോഴേക്ക് സ്കൂളിലേക്ക് എത്തും.
നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. 9:35 തന്നെ പൊയ്ക്കോളണം, എന്താ അത്ര വാശി, 10 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എത്തിയാൽ പോരെ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു കുട്ടി ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞാൽ അത് ഉമ്മാക്ക് ഒരു സൂചന നൽകുകയാണ്. ഉമ്മ 9:45 ബസ്സിൽ ഡാഷ് ഉണ്ട്, ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉമ്മാക്കിത് മനസ്സിലാവണം, ഇതാണ് ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞത്. പിറ്റേ ദിവസം വൈകുന്നേരം വാപ്പ കന്നൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ വാപ്പാനോട് പറയണം, പിന്നെ ഇങ്ങോട്ടോക്കി നമ്മളെ മോള് എന്നും 9:35 ബസ്സിനാണ് സ്കൂൾക്ക് പോകൽ. ഇന്ന് ഓള് വന്നപ്പോൾ പറഞ്ഞു നാളെ മുതൽ 9:45 ബസ്സിനാണ് പോണത്, എനിക്കെന്തോ ഒരു ബേജാറ് തോന്നുന്നുണ്ട് എന്ന് ഉമ്മ വാപ്പാട് പറയണം. പിറ്റേന്ന് മൂപ്പര് കന്നൂട്ടിന് പൊയ്ക്കോട്ടെ, അതിൻ്റെ പിറ്റേന്നും പൊയ്ക്കോട്ടെ. അതിൻ്റെയും പിറ്റേന്ന് രാവിലെ കന്നൂട്ടാൻ പോകുമ്പോൾ കണ്ട് ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തൊന്ന് ചെന്ന് നിൽക്കണം. 9:45 ബസ്സിന് നമ്മളെ കുട്ടി കയറാൻ വരുമ്പോൾ ആരാ അവിടെ ഉള്ളത്, ആരോടാ വർത്താനം പറഞ്ഞത് എന്നൊന്ന് നോക്കണം. ഒന്നും കണ്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ കുട്ടി മുന്നത്തെ ഡോറിൽ കൂടെ ബസ്സിക്കാണ് കയറുമ്പോൾ മൂപ്പര് ബാക്കിലത്തെ ഡോറിൽ കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് 10 റുപ്യ കൊടുത്തുങ്ങാണ്ട് കമ്പിമ പിടിച്ചൊന്ന് നിൽക്കണം. ഇതിന് ഒഴിവുള്ള മീശക്കാരൻ്റെ പേരാണ് വാപ്പാൻ, അല്ലാത്തവൻ്റെ പേര് പുതിയാപ്പിള. പുതിയാപ്പിളാവാൻ വലിയ പണിയൊന്നുമില്ല. ഓഡിറ്റോറിയത്തിന് ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് ഒരു ഡേറ്റ് കാണുക, നന്നായിട്ട് ബിരിയാണി വെക്കാൻ അറിയുന്ന ഒരാളെ നല്ല മുട്ടക്കോഴി കൊണ്ട് ബിരിയാണി വെക്കാൻ വേണ്ടി ഏൽപ്പിക്കുക, കുറച്ച് കോട്ടും പാൻറ്റും ഒക്കെ വാടകയ്ക്ക് കിട്ടും, അത് വാങ്ങുക, 1-2 ക്യാമറക്കാരോടൊക്കെ വരാൻ പറയാം. പുതിയാപ്പിളയാകാൻ ഒരു പ്രയാസമില്ല, വാപ്പയാകാൻ നല്ലോണം അധ്വാനം ഉണ്ടാവും. വാപ്പയാകാൻ നല്ലോണം മെനക്കെടുണ്ട്, അതന്നെ ഈ വ്യത്യാസം. ഇങ്ങനെ 5 തവണ ഏറ്റവും ചുരുങ്ങിയത് ഒരു കുട്ടി ഉമ്മാക്ക് സൂചന നൽകും ചാടിപ്പോണതിൻ്റെ മുന്നേ, അല്ലാതെ ആരും ചാടൂല. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഇങ്ങനെ ഒരുപാടുണ്ട്. ഒരു ദിവസം കുട്ടി സ്കൂളിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ ഞങ്ങളെ ക്ലാസ്സിലുണ്ടൊരു കുട്ടി നല്ലോണം പാട്ട് പാടും എന്ന് പറഞ്ഞാൽ എന്താ മോളെ ഓൻ്റെ പേര് എന്ന് ചോദിക്കുക. റിയാസ് എന്നാണ് പേര് എന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടി ഉമ്മാക്ക് സൂചന നൽകിയിരിക്കുകയാണ് എന്ന് ഉമ്മ മനസ്സിലാക്കണം. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റിയാസിനെ പറ്റി പറയണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഉണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ഉമ്മാക്ക് സൂചന ഉണ്ടാവും. ഉമ്മാക്ക് സൂചനയില്ലാതെ ഒരു കുട്ടിയും ചാടൂല. ചാടുന്നതിന് മുമ്പ് വേണ്ടവർക്ക് നോക്കാൻ 5 കൊല്ലം കാലാവധി ഉണ്ടാവും. ഇന്ന് പ്രേമിച്ച് നാളെ ആരും പോകൂല. അതുകൊണ്ട് 5 കൊല്ലം എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. 5 കൊല്ലത്തിൻ്റെ മേലൊക്കെ ഉണ്ടാവുള്ളൂ, 5 കൊല്ലത്തിൻ്റെ താഴത്തേക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ നോക്കാൻ തയ്യാറാവുക എന്നതാണ്. നമ്മൾ കുറേ കണക്കുകൾ പറഞ്ഞിട്ടോ കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ക്രിസ്മസ് വരാൻ പോവുകയാണ്, ഡിസംബർ 25 ക്രിസ്മസ്. ഈസാ നബി അലൈഹി ഇസ്ലാം ജനിച്ച ദിവസമൊന്നും അല്ല കേട്ടോ ഡിസംബർ 25 പറഞ്ഞത്. കാരണം ക്രിസ്തുവിൻ്റെ ജനനം മുതൽ കണക്കാക്കി വരുന്നതാണ് ക്രിസ്തു വർഷം എന്ന് പറയുന്നത് AD. അങ്ങനെയാണെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാം ജനിക്കേണ്ടിയിരുന്നത് ജനുവരി 1-ാം തീയതി ആയിരുന്നു. ശരിക്കും വേണ്ട എന്താണ്, ഈസാ നബിയുടെ ജനനം മുതലാണ് ക്രിസ്തു വർഷം കണക്കാക്കി വരുന്നത് വെച്ചാൽ ഈസാ നബി ജനിക്കേണ്ടത് ജനുവരി 1-ാം തീയതിയാണല്ലോ ആവേണ്ടത്. പക്ഷെ സംഗതി അങ്ങനെയല്ല. പിന്നെ അതെന്തേ ഡിസംബർ 25-ക്കായി? അതിനൊരു കാരണമുണ്ട്. ഡിസംബർ 25 ജൂതന്മാർ കുറേ കാലങ്ങളായി ഒരു ഉത്സവം നടത്തി വരാറുണ്ടായിരുന്നു. മുൻകാലത്ത് ജൂതന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയ ഏതോ ഒരു രാജാവിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയതായിരുന്നു ആ ഉത്സവം. ഈ ഉത്സവത്തോടെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തെയും ചേർത്ത് വെച്ചതാണ് ഡിസംബർ 25 എന്ന് പറഞ്ഞത്. അതായത് ബാപ്പാൻ്റെ ആണ്ട് സഫർ 18-നാണ് എന്ന് വിചാരിക്കുക. ബാപ്പാൻ്റെ ആണ്ട് സഫർ 18-നാണ്. പക്ഷേ മൂത്ത മകൻ കുവൈത്തിലാണുള്ളത്, ഓന് ലീവ് 20-നേ ഉള്ളൂ. എന്നാൽ പിന്നെ ആണ്ട് 20-നാണ് നടത്താം എന്ന് തീരുമാനിച്ചതാണ് ഡിസംബർ 25-ന് ഈസാ നബിയുടെ ജന്മദിനം എന്നുള്ളത്.
അന്ന് ഈസാ നബിയുടെ ജന്മദിനം അല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല, യാതൊരു എതിർപ്പുമില്ല. നമ്മൾ സയ്യിദുന ഈസാ അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതസൗഹാർദ്ദം എന്ന് പറയുന്നത് മറ്റു മതക്കാരുടെ ആഘോഷങ്ങളും അഭിപ്രായങ്ങളും അവരുടെ രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടല്ല. ഓല് നക്ഷത്രം തൂക്കണേന് നമുക്ക് യാതൊരു എതിർപ്പുമില്ല എന്ന് പറയുകയും എതിർപ്പില്ലാതിരിക്കുകയും ചെയ്യലാണ് മതസൗഹാർദ്ദം. അല്ലാതെ നമ്മളത് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മളെ വിചാരം എന്താ വെച്ചാൽ മതസൗഹാർദ്ദമാണെങ്കിൽ നമ്മളും അതേമാതിരി ഒരു നക്ഷത്രം തൂക്കണമെന്നാണ്. അതിനൊരടിസ്ഥാനവും ഇല്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒരു പുൽക്കുടിലായിരുന്നു ജനിച്ചത്, പിന്നെ മറിയം ബീവി ജന്മം നൽകിയത് എന്നും ആ സമയത്ത് ഒരു നക്ഷത്രം ഉദിച്ചു നിന്നിരുന്നു എന്നുമുള്ള ഒരു വിശ്വാസമാണ് നക്ഷത്രം തൂക്കുന്നതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ എന്താ പറയണമെന്ന് വെച്ചാൽ, പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പരിഹാരത്തെക്കുറിച്ച് പറയണം. ഇനിയിപ്പോൾ ഡിസംബർ 25 അല്ലെങ്കിൽ പെരുന്നാളായാൽ കേരളത്തിൽ കള്ള് കുടിച്ച ആളുകളുടെ എണ്ണം 10,40,000 ആണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? പരിഹാരം എന്താണെന്ന് ആലോചിക്കണ്ടേ? അതുകൊണ്ടല്ല കാര്യമുള്ളത്. മൊത്തം ഇന്ന് കുട്ടികളൊക്കെ കുരങ്ങനാവാൻ പഠിക്കുകയാണ് എന്നാണ് കേട്ടത്. കുരങ്ങനാവാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡാർവിൻ സിദ്ധാന്തം പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചാടിപ്പോകാൻ പഠിക്കുക. അതാണ് ഈ കുരങ്ങനാകാൻ പഠിക്കുക പറഞ്ഞത്. കുരങ്ങനാണുള്ള ആ പരിപാടി ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ തവളയാകാൻ പഠിക്കണം, അപ്പോഴും പിന്നെ ചാടും. അല്ലെങ്കിൽ റബ്ബറും പാൽ കുടിക്കണം, അപ്പോഴും ചാടും. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. നടന്ന ആരും പോണില്ല, ഒക്കെ ചാടിപ്പോകാം. തട്ടിക്കൊണ്ടോയി എന്ന് പറഞ്ഞു കേട്ടാൽ നമുക്ക് തോന്നും ഏഷ്യാഡപ്പ് പന്തിട്ടണമാതിരി ഒരു തട്ടൻ തട്ടിയപ്പോൾ ഹൈദരാബാദ് കണ്ട് എത്തിയതാണ് എന്ന്. അങ്ങനെയല്ല, പുറത്തു വന്നാണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ടുള്ളൂ, അപ്പോൾ ഒപ്പണ്ട് പോയതാണ്. ചാടിപ്പോക്കിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് പെൺകുട്ടികളാണ്. ആൺകുട്ടികളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പെൺകുട്ടി പെരേന്ന് ഇറങ്ങിങ്ങാണ്ട് വന്നിട്ട് ഇന്നെന്തേലും കാട്ടിക്കാളി എന്ന് പറഞ്ഞപ്പോൾ ഓനാണ് പെട്ടതാണ്. പ്രണയത്തിൽ സീരിയസ് ആയി നിലനിൽക്കുന്നത് പെൺകുട്ടികളാണ്, ആണുങ്ങളെല്ലാം. ആൺകുട്ടികളോട് വിളിച്ചിട്ട് എന്തിനാ പ്രേമിക്കണമെന്ന് ചോദിച്ചാൽ അവൻ പറയും മുതലാക്കാനാണ് എന്ന് പറയും. പെൺകുട്ടികൾ അതിനല്ല, ജീവിക്കാനാണ് എന്ന് പറയും. അതുകൊണ്ട് പ്രണയത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളെയാണ്, ആൺകുട്ടികളല്ല. പെൺകുട്ടികളുടെ പ്രണയമാണ് സീരിയസ് ആകുന്നത്, അവരാണ് അതിൽ മുൻപന്തിയിലുള്ളത്. ഞാൻ നാളിങ്ങനെ കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തപ്പോൾ അവരോട് ചോദിച്ചു, പ്രേമിച്ചാൽ എന്താ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അതിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അതിന് സ്വന്തമായിട്ട് ഫോൺ ഉണ്ടാവില്ലല്ലോ, ഉമ്മാൻ്റെ ഫോൺ നമ്പർ കൊടുക്കേണ്ടി വരില്ലെന്ന് ചോദിച്ചു. കുട്ടി പറഞ്ഞു പൂവാണ് കൊടുക്കേണ്ടത് പറഞ്ഞു, റോസാവാണ് കൊടുക്കേണ്ടത് പറഞ്ഞു. വേറൊരു കുട്ടി പറഞ്ഞു മോതിരാണ് കൊടുക്കേണ്ടത് കാരണം. വേറൊരു കുട്ടി പറഞ്ഞു മനസ്സാണ് കൊടുക്കേണ്ടത് കാരണം. വേറൊരു കുട്ടി പറഞ്ഞു ചോക്ലേറ്റാണ് കൊടുക്കേണ്ടത് കാരണം. ഞാൻ ഇപ്പോൾ രക്ഷിതാക്കളോടാണ് സംസാരിക്കണം കേട്ടോ, രക്ഷിതാക്കളോടാണ് ഞാൻ സംസാരിക്കണത്. പ്രണയിച്ചാൽ കൈമാറുന്ന സാധനം എന്താണ് എന്ന് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. മോതിരല്ല, ഫോൺ നമ്പറല്ല, പൂവല്ല, കത്തല്ല, മനസ്സല്ല, ഒന്നുമല്ല. പ്രേമിച്ചാൽ കൈമാറുന്ന സാധനം ചോക്ലേറ്റാണ്. അതുകൊണ്ട് ബാഗിൽ ചോക്ലേറ്റ് അമിതമായി കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രണയത്തിലൊരു ഹോർമോൺ, ഹലോ ഹലോ പ്രണയത്തിലൊരു ഹോർമോണുണ്ട്. പ്രണയിക്കാൻ തോന്നാനൊരു ഹോർമോണുണ്ട്. ആ ഹോർമോണിൻ്റെ പേര് ഡോപ്പോമൈൻ എന്നാണ്. ഡോപ്പമിൻ എന്നും പറയാറുണ്ട്. ഈ ഡോപ്പമൈൻ ഹോർമോൺ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനം കൊക്കപ്പഴമാണ്. നമ്മളെ കൊക്കക്കോള ഉണ്ടാക്കുന്ന സാധനം കൊക്കപ്പഴത്തിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. കൊക്കപ്പഴം ചോക്ലേറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നതാണ് ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് തന്നെ ലഭ്യ പറയണേ. പിന്നെ അതൊക്കെ കഴിയട്ടെ, പറയട്ടെ സദസ്സിനോടാ ചോദിക്കണേ, പറയട്ടെ. ആ റെഡി, ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം ഈ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോഴേ ഇത്രേ കയ്യുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു പണി എന്താ വെച്ചാൽ ഞാനിങ്ങനെ നിൽക്കൊക്കെ വേണം. പക്ഷെ ഇങ്ങനെ നിന്നാൽ അധികം
നിൽക്കൂല, ആ ഊരവേദന സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കുള്ളൂ. എനിക്ക് ഇനി ഉച്ചൻ്റെ ശേഷം തന്നെയാണ് പണി, അതുകൊണ്ട് ഞാൻ തന്നെ നിൽക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഈ കാണുന്ന ഈ കോലത്ത് തന്നെ ഉണ്ടാവുള്ളൂ. ഇതിലപ്പുറം ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്, മൂപ്പര് ഇതൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ എപ്പോഴാണ് വയല് തുടങ്ങാമെന്ന് ആലോചിച്ച് നിൽക്കേണ്ട. ഇതന്നെയാണ് വയല്. ഇത് 12:30 ആകുമ്പോൾ ദോരന്ന് കണ്ടാണ് നിർത്തുക ചെയ്യുക. അതുകൊണ്ട് വയല് തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ഇരുന്നോളി. ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെല്ലുക. നമ്മളൊരു യാനബി അല്ലേ വെക്കുക. യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. അറിയണൊരു ചെല്ല, അല്ലാത്തൊരു മൂള. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുറൂർ മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി സലാം അലൈക്കും അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. പ്രണയിക്കാൻ തോന്നുന്നു. ഒരു പെണ്ണ് ചാടിപ്പോണ ഞാനായിക്കോട്ടെ, ചാടിപ്പോണത് ചുരിദാറില്ലായിട്ടാണോ? അല്ല. മോതിരല്ലായിട്ടാണോ? അല്ല. ബിരിയാണി ആയിട്ടാണോ? അല്ല. വാപ്പ ബ്രോസ്റ്റ് കൊണ്ടുവരായിട്ടാണോ? അല്ല. ടൂറ് പോകായിട്ടാണോ? അല്ല. പുസ്തകത്തിന് കായ കൊടുക്കായിട്ടാണോ? അല്ല. പിന്നെന്തിനാ ചാടണേ? ചാടണതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം, ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമൈൻ എന്ന പേരായ ഒരു ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആഗ്രഹിച്ചത് നേടിയേ അടങ്ങൂ, അയ്മ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് തോന്നും. അങ്ങനെ തോന്നുമ്പോഴാണ് ഒരു കുട്ടി ചാടുന്നത്. ഈ ഡോപ്പമൈൻ എന്ന പേരായ ഹോർമോൺ ഏറ്റവും കൂടുതലുള്ളത് കൊക്കപ്പഴത്തിലാണ്. കൊക്കക്കോള ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പഴമാണ് കൊക്കപ്പഴം. ആ സാധനം ചോക്ലേറ്റിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നതാണ് പ്രണയിക്കുന്നവർ ചോക്ലേറ്റുമായി കൂടുതൽ ഇടപഴകുന്നതിൻ്റെ കാരണം. എളാപ്പ വിരുന്ന് വന്നപ്പോൾ അല്ലെങ്കിൽ എളാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുന്ന ചോക്ലേറ്റിനെ പറ്റിയിട്ടല്ല ഈ പറയണത് കേട്ടോ. എപ്പോ നോക്കിയാലും ചോക്ലേറ്റിൻ്റെ ഇടപാടാണ് ഒരു പെൺകുട്ടിക്കുള്ളതെങ്കിൽ ശരീരത്തിൽ ഡോപ്പമൈൻ ഹോർമോണുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് പ്രണയത്തിൻ്റെ അടയാളമാകുന്നു എന്നും മനസ്സിലാക്കണം. ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ, പ്രശ്നം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, പരിഹാരം പറയണമല്ലോ. പരിഹാരമാണ് പറയണത്. അതുകൊണ്ട് ഇത് വാപ്പിമ്മി ആദ്യം തിരിച്ചറിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ മാതാപിതാക്കൾ അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വല്ല പ്രേമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും കുറേയൊക്കെ കുടുംബം കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ മതം കൊണ്ട് ഒക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കായിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ സാമ്പത്തികമായി നമ്മളെ നിലവാരത്തിനനുസരിച്ചാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു, ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരിക്കലും പ്രണയത്തിൽ നിന്ന് പിന്മാറൂല. കാരണം ഇവിടുത്തെ പ്രശ്നം ഇപ്പം സാമ്പത്തികം ഇല്ലാത്തതാണ്, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടി തീരുമാനിക്കും. തറവാടിൻ്റെ പ്രശ്നമല്ല, അത് എനിക്ക് പ്രശ്നമില്ല എന്ന് കുട്ടികൾ തീരുമാനിക്കും. സത്യത്തിൽ പ്രണയവിവാഹത്തിൻ്റെ പ്രശ്നം അതൊന്നുമല്ല. പ്രണയവിവാഹം ഒരിക്കലും നടത്തി കൊടുക്കരുത്. കാരണം പ്രണയവിവാഹങ്ങൾ 5 കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അതുകൊണ്ട് പ്രേമിച്ച കല്യാണം ഒരു കാരണവശാലും നടത്തി കൊടുക്കാൻ നിൽക്കരുത്. 5 കാരണങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും. ഒന്നാമത്തെ കാരണം എന്താ നിങ്ങൾ? ഒന്നാമത്തെ കാരണം ഞാനിപ്പോൾ പറഞ്ഞ ഡോപ്പമൈൻ എന്നു പേരായ, അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്നു പേരായ, അല്ലെങ്കിൽ സെറിട്ടോണിൻ എന്നു പേരായ ചില ഹോർമോണുകളാണ് ഇതിൻ്റെ കാരണം. ഈ ഹോർമോണിൻ്റെ കാലാവധി 6 മാസം മുതൽ 1 കൊല്ലം വരെയാണ്.
കല്യാണം കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ ഹോർമോൺ നിർവീര്യമാവുകയും അതിനുശേഷം ന്യൂനതകൾ കണ്ടു തുടങ്ങുകയും ചെയ്യും. നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. ശരിക്കും കല്യാണത്തിലും തന്നെയാണുള്ളത്. ഒരാൾ ഇപ്പോൾ ഈ ഇരിക്കണയിൽ ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണെട്ടിയെന്ന് വിചാരിക്കാം. പെണ്ണെട്ടീൻ്റെ 3-ാമത്തെ ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മുഴുവനാകണതിന് മുമ്പ് മോട്ടോർ സൈക്കിൾ ചാട്ടാക്കിയിട്ട് പറയും കയറിക്കോ ബാക്കിൽ അറിയും കൊണ്ടുപോകും ഊട്ടിക്ക്. 6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഊട്ടിക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്തേ കാരണം? ഡോപ്പമൈൻ ഹോർമോൺ നിർവീര്യമായി എന്നതാണ് കാരണം. അപ്പോൾ പിന്നെ കല്യാണത്തിലും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കാം. കല്യാണത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ കല്യാണത്തിൽ വേറൊരു ഗുണമുണ്ട്. കല്യാണം ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്നതായതുകൊണ്ട് പ്രയാസങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധ്യമാവും. പക്ഷേ പ്രണയവിവാഹത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല. ഇതാണ് കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് വരികയായതുകൊണ്ട് നേരിയ പ്രയാസങ്ങൾ പോലും സഹിക്കാൻ കഴിയാതെ അവസാനം ട്രെയിനിൻ്റെ ഒട്ടുക്ക് തല വെക്കുന്ന തരത്തിലേക്ക് പോകും. ഇതാണ് 1-ാമത്തെ കാരണം. ഡോപ്പമൈൻ നിർവീര്യമാകുന്നതിനാൽ പ്രണയവിവാഹം പരാജയപ്പെടും. 2-ാമത്തെ കാരണം, ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പറ്റണ ചെക്കന് കാണുന്ന പെണ്ണുങ്ങളൊക്കെ പ്രേമിക്കും. പ്രേമിക്കൂലെങ്കിൽ ആരും പ്രേമിക്കൂലല്ലോ. കക്കണോ എവിടെ ചെന്നാലും കക്കും. കുടിയൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ ആദ്യം കാണാം. ചായ കുടിച്ച് ശീലമുള്ള ആൾക്കാരുണ്ട്. അതുപോലെ എവിടെ ചെന്നാലും ഇതാ ഈ 3-ാമത്തെ വളവിൽ ചെറിയൊരു ചായപ്പീടി ഉണ്ട് എന്നാ പറയാം. നിക്കരിച്ചണോ എവിടെ ചെന്നാലും നിസ്കാരപ്പള്ളിയെ കാണാം. കള്ളുടിയൻ എവിടെ ചെന്നാലും കള്ളുഷാപ്പ കാണാം. പ്രേമം ഒരാളുടെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങൂല. അത് ഇന്നത്തെ സാഹചര്യം മാറി. നാളെ വേറൊരു ഓഫീസിക്ക് ജോലി മാറിയാൽ അവിടെ ഇതിനേക്കാൾ ചൊറുക്കുള്ള വേറൊരു പെണ്ണുണ്ടെങ്കിൽ അതിനെ പ്രേമിക്കും. കാരണം പ്രേമിക്കുക എന്ന ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം ഒരാളിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു പെണ്ണിൽ മാത്രം ഒതുങ്ങണതല്ല. കുടിയൻ ഒരുത്തോൾന്ന് മാത്രമല്ല കുടിക്കുക, എല്ലായിടത്തുനിന്നും കുടിക്കും. കള്ളൻ ഒരുത്തോൾന്ന് മാത്രമല്ല കേൾക്കുക, വാപ്പാൻ്റെ പേഴ്സന്ന് വരെ കക്കും. അതുകൊണ്ട് പ്രേമിക്കണവൻ ഒരാളിൽ മാത്രം ഒതുങ്ങൂല. സാഹചര്യം മാറുമ്പോൾ അടുത്തൊരാളെ പ്രേമിക്കും. ഇതാണ് 2-ാമത് പരാജയപ്പെടുന്നതിൻ്റെ കാരണം. 3-ാമത് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ കാരണം വാപ്പാക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ള തന്നെയാണ്. എങ്ങനെ അനുകൂലമാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വാപ്പാക്കും ഉമ്മാക്കും അനുകൂലം ഉണ്ടാവില്ല. അത് തന്നെയാണ് 3-ാമത്തെ കാരണം. 4-ാമത്തെ കാരണം, പ്രേമിച്ച് വിവാഹം കഴിച്ചതിലുള്ള മക്കൾ പരാജയപ്പെടും എന്നതാണ്. പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെടും. നിങ്ങളെ അനുഭവത്തിലുള്ള ഏതെല്ലാം പ്രണയ ജോഡികളുണ്ടോ അവരുടെ ഒക്കെ മക്കളുടെ കണക്കെടുത്ത് പരിശോധിച്ചോളി. ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടാണ് പറയണേ. പ്രണയവിവാഹമാണ് എന്ന് നിങ്ങൾക്കറിയുന്ന മുഴുവൻ ഫാമിലിയുടെയും മക്കളുടെ കഥെടുത്ത് പരിശോധിച്ചോളി. പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെട്ടിരിക്കും. അവർക്ക് വിജയിക്കാൻ കഴിയില്ല. 5-ാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാ നബത ഫിൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ എന്ന ഹദീസാണ്. കാരണം മാ നബത ഫിൽ ഹറാമി, ഹറാമിൽ തുടങ്ങിയത്, ഫഹുവ ഔലാ ബിന്നാർ, അത് നരകവുമായാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുക. ഹറാമിൽ തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്നുള്ള ഹദീസാണ് 5-ാമത്തത്. അല്ലെങ്കിൽ അതാണ് ശരിക്കും 1-ാമത്തെ. അപ്പം ഞാൻ അത് പറയുമ്പോൾ തോന്നും അതിന് ഹറാമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ടേ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനിച്ചതാണല്ലോ എന്നൊരു പക്ഷേ തോന്നിയേക്കാം. അത് നമ്മളെ ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് മനസ്സിലാക്കിയെടുത്തുള്ള പ്രശ്നമാണ്. കാണൽ ഹറാമില്ല, പക്ഷെ നോക്കൽ ഹറാമാണ്. 10 മണിക്ക് ബസ് കാത്തുന്നപ്പോൾ കണ്ടു ബസ് സ്റ്റോപ്പിൽ നിന്ന്, ഒരു കുഴപ്പമില്ല. ചൊവ്വാഴ്ചയും കണ്ടു, ഒരു കുഴപ്പമില്ല. ബുധനാഴ്ച പിന്നെയും കണ്ടു, ഒരു കുഴപ്പമില്ല. വ്യാഴാഴ്ച കാണാൻ വേണ്ടി നിന്നാൽ ഹറാമായി. ഹറാമ് തുടങ്ങിയല്ലാന്ന് എങ്ങനെ പറയണേ? നേത്ര വ്യഭിചാരം അതിൽ നടന്നിട്ടുണ്ട്, സ്പർശന വ്യഭിചാരം നടന്നിട്ടുണ്ട്, സംസാര വ്യഭിചാരം നടന്നിട്ടുണ്ട്, എൻ്റർടൈൻമെൻറ്റ് വ്യഭിചാരം നടന്നിട്ടുണ്ട്. ഇന്നലെ ബാലുശ്ശേരി ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ചായപ്പീടിയിൽ, ഒരു ബേക്കറിയിൽ അസർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടെ ഒരു മൂലയിൽ എഴുതി വച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ. കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂൾ ഇട്ടാൽ 5:30 വരെ ജ്യൂസ് കുടിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം എന്ന്. ഓനും പെൺകുട്ടികളുണ്ടല്ലോ.
ഈ ബേക്കറിക്കാരനും ഇല്ലേ പെൺകുട്ടികൾ, ഓനുണ്ടല്ലോ, ഓൻ്റെ പെൺകുട്ടിയാണ് ഈ വന്നിരുന്നിട്ട് 5:30 വരെ വർത്തമാനം പറഞ്ഞിരിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് അത് വിറ്റ് കാശാക്കിയിട്ട് അവനാൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തുങ്ങാണ്ട് ഓല് സ്വാലീങ്ങളാവണം എന്ന് പറഞ്ഞാണ്ട് ബദരീങ്ങളെ ആണ്ട് നിർച്ചയ്ക്ക് 1,100 ഉറുപ്പിക കൊടുത്തിട്ട് എന്താ കാര്യം? ഇതൊക്കെയാണ് നമ്മൾ കാട്ടുന്ന പരിപാടി. നിങ്ങൾ സ്കൂളിൻ്റെയും കോളേജിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി. ഞാൻ വയല് പറയാനെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കലുണ്ട്. വയല് പറയണമെങ്കിലും ആണല്ലോ വിഷയം. യാത്രയിൽ ഇതൊക്കെ നോക്കാറുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. ദൂരക്കൊന്നും പോണ്ട, ഇങ്ങളെ നാട്ടിലെ ദൂരക്ക് പോണ്ട, ഇങ്ങളെ നാട്ടിലെ നിങ്ങളുടെ സ്വന്തം നാട്ടിലെ +2 വരെയുള്ള സ്കൂളിൻ്റെ മുമ്പിലുള്ള ബേക്കറികളിൽ, ചായക്കടകളിൽ, ഹോട്ടലുകളിൽ സ്കൂൾ വിടുന്ന സമയത്തൊന്ന് പോയി നോക്കിയാൽ ഓരോരുത്തർക്കും തോന്നും, എന്തിനാ ഇപ്പം ഞാൻ എൻ്റെ കുട്ടീനെ എങ്ങനെ പഠിക്കാൻ പറഞ്ഞയക്കണത് എന്ന്. ഞാൻ പഠിക്കണതിനെതിരല്ല കേട്ടോ ഈ പറയണത്. പക്ഷേ വിഷയം ചിന്തിക്കണം. ഇത് എന്നാൽ ഈ രക്ഷിതാക്കൾ പറഞ്ഞാൽ വേറെ കൂട്ടരല്ലല്ലോ, ഈ ഇരിക്കണ നമ്മൾ തന്നെയല്ലേ ഈ രക്ഷിതാക്കൾ പറഞ്ഞ ആൾക്കാർ. രക്ഷിതാക്കളെ ബോധവൽക്കരിക്കണം എന്ന് സ്റ്റേജുമുള്ളവർ വരാം. ഇതൊക്കെ തന്നെയല്ലേ ഈ രക്ഷിതാക്കൾ പറഞ്ഞ ആൾക്കാർ. ഈ സ്റ്റേജുമുള്ളതും ഈ സാഹസിലുള്ളതും ഈ വയത് പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ് ഈ രക്ഷിതാക്കൾ പറഞ്ഞത്. അവനാൻ്റെ കാര്യം അവനെ നോക്കൂടെ? നാട്ടുകാരെ മൊത്തം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവനാൻ്റെ കാര്യം അവനാനൊന്ന് നോക്കൂടെ? നമ്മളെ കുട്ടി എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണ് പറഞ്ഞേക്കണത്? 4 മണിക്ക് സ്കൂൾ ഇട്ടിട്ട് എത്രക്കാ വീട്ടിലേക്ക് സ്കൂൾ ഇട്ടിട്ട് എത്തിയതെന്ന് ആലോചിച്ച് നോക്കൂടെ? 4 മണിക്ക് സ്കൂൾ വിടുന്ന സ്കൂളിൻ്റെയും കോളേജിൻ്റെയും അടുത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ 6 മണിക്ക് ഇപ്പം മഗ്‌രിബ് ബാങ്ക് കൊടുക്കും. ആ സമയത്ത് വരെ സ്കൂളിൻ്റെ അടുത്തുള്ള ചായപ്പീടിയിലും ബേക്കറിയിലും ചുറ്റിക്കറങ്ങുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഞാൻ കേരളം മൊത്തം യാത്ര ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് പറയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അതിനും വാപ്പുണ്ടല്ലോ, ആരും പാറൻ്റെ ഉള്ളൊന്നും വന്നതല്ല. ഓൽക്കും ഉമ്മുണ്ട്, ആരും പാറൻ്റെ ഉള്ളൊന്നും വന്നതല്ല. സ്വാലി നബിയുടെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളെന്ന് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെറ്റുണ്ടാക്കിയത് തന്നെയാണ്. ഉമ്മി വാപ്പിയല്ലേ? എന്താ നോക്കിയാൽ വാപ്പി ഉമ്മി നോക്കിയാൽ മാത്രമേ കുട്ടികൾ നേരാവുള്ളൂ, നാട്ടുകാർ നോക്കിയാൽ നേരാവില്ല. അതുകൊണ്ട് കാര്യങ്ങളെ നല്ല ഗൗരവത്തോടു കൂടെ കാണണം. ഞാൻ ഇപ്പം എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ? നമ്മൾ പലപ്പോഴും രക്ഷിതാക്കളുടെ റോൾ അഭിനയിക്കുന്നില്ല. നമ്മളെ കുട്ടികൾ കോളേജിൽ പോകണം, നമ്മളെ കുട്ടികൾ പഠിക്കണം, നമ്മളെ കുട്ടികൾ നന്നാവണമെന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടല്ലോ. ഈ സദസ്സിലിരുന്ന് ചുയിങ്കം ചവക്കുന്ന ആളുണ്ട്. ഈ സദസ്സിൽ ഇപ്പോൾ ഇരുന്നിട്ട് ചുയിങ്കം ചവക്കുന്ന ആളുണ്ട്. നമ്മളെ അഭിപ്രായം നമ്മളെ കുട്ടികൾ നേരാവണമെന്നാണ്. ഞാൻ ആരെയും വഷളാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, വിഷയത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. രക്ഷിതാക്കൾ എന്ന റോൾ അഭിനയിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യണത് എന്തിനാ? നമുക്ക് മനസ്സിലാക്കാനല്ല, വേറെ ആർക്കോ പറഞ്ഞു കൊടുക്കാനാണ് നമ്മൾ വിചാരിക്കണേ. വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഓല് വന്നോട്ട്, ഓൽക്ക് ഞാൻ വേറെ പറഞ്ഞു കൊടുക്കുമല്ലോ. ഈ സദസ്സിൽ ഔദ്യോഗിക റെക്കോർഡിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയണത്, ഔദ്യോഗിക റെക്കോർഡിങ്ങിനെ കുറിച്ചല്ല. ഈ സദസ്സിൽ ഇരുന്ന് ഫോൺ എടുത്ത് ഇത് റെക്കോർഡ് ചെയ്യണത് ഈ പറഞ്ഞതൊന്നും ഇന്നോടല്ല അബ്ദുറഹ്മാനോടാണ് എന്നുള്ള വിചാരത്തിൻ്റെ പുറത്തുനിന്നാണ്. ഇതൊക്കെ പറയേണ്ടത് ഗഫൂറിനോടായിരുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ് ഇവിടെ ഇരുന്നത് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നത്. ഗഫൂറിനൊന്ന് കേൾപ്പിച്ചു കൊടുക്കണമെന്നാണ്. ഗഫൂറിനോടല്ല, ഈ ഇരിക്കണ കുഞ്ഞായ്മേനോട് തന്നെയാണ് ഈ വർത്താനം. കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ നേരാവും. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ശ്രദ്ധക്കുറവ് തന്നെയാണ് കുട്ടികളുടെ പ്രശ്നം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 4ാം ക്ലാസ് സ്കൂളിൽ വന്നിട്ട് അല്ലെങ്കിൽ 4ാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കണ കുട്ടിനെ 4 കാലും വാലുള്ള അങ്ങാടി കൂടെ മണ്ടണ സാധനത്തിൻ്റെ പേര് വിളിച്ചാൽ പെരേന്ന് വാപ്പമ്മാനെ വിളിച്ചതാണ്, അല്ലെങ്കിൽ ഇമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണെന്ന് ഉറപ്പാണ്. വേറെ എവിടുന്ന് കിട്ടിയത്? വേറെ എവിടുന്നത് കിട്ടിയത്? മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളെ നന്നാക്കുന്നതും കേടുവരുത്തുന്നതും. രണ്ടാഴ്ച മുമ്പ് കുറ്റിപ്പുറത്തിനടുത്തുള്ള ഒരു സ്കൂളിലേക്ക് രക്ഷിതാക്കൾക്ക് ഉമ്മമാർക്ക് മാത്രം ഒരു ക്ലാസ് എടുക്കാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു. അപ്പം എന്തേ പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ചു ഞാൻ അവരോട്. അതിൽ പറഞ്ഞു, നഴ്സറി കുട്ടിനെ LP-യിലെ കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് പ്രശ്നം. നോണ പറഞ്ഞിട്ട് ഇസ്ലാം ദീൻ പ്രചരിപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല കേട്ടോ, സത്യമാണ് ഈ പറഞ്ഞത്. കുറ്റിപ്പുറത്തിനടുത്തുള്ളൊരു സ്കൂളിലേക്ക് ഉമ്മമാരുടെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ ചെല്ലാൻ പറഞ്ഞു. എന്തേ പ്രശ്നം ഉണ്ടായി എന്ന് ചോദിച്ച പോലെ പറഞ്ഞു, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ LP-യിൽ പഠിക്കുന്ന കുട്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് എന്തേ കാരണം? ബാപ്പിയമ്മയും ഒളിവിലും മറവിലും ചെയ്യേണ്ട പല കാര്യങ്ങളും കുട്ടി ഉറങ്ങിയെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ഓൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അതാണ് കാരണം. ഗൾഫ് ഫാമിലി അതിൽ വളരെ പ്രധാനമാണ്. ഗൾഫിൽ പോണതിന് ഞാനെതിരല്ല. ഫാമിലി സ്റ്റാറ്റസ് ഉള്ളവർ ഗൾഫിൽ പോയിക്കോട്ടെ, ഫാമിലിനെ കൊണ്ടുപോയിക്കോട്ടെ, ഞാനതിനെതിരല്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുന്നത്?
20-20 ഒരു റൂമാണ് ആകെ ഉള്ളത്. അതിൽ തന്നെയാണ് കിച്ചണ്, അതിൽ തന്നെയാണ് ഡൈനിങ് ഹാള്, അതിൽ തന്നെയാണ് ബെഡ്റൂം. ഒരു കർട്ടൻ്റെ മറ ഉണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടുന്ന ഒച്ചെങ്കിലും കേൾക്കുമല്ലോ, അതിൻ്റെ താളെങ്കിലും കേൾക്കൂലേ? ഇതന്നെ പ്രശ്നം തരണത്. കുട്ടികളുടെ മുമ്പിൽ പലതും മറച്ചു വെക്കാൻ നമുക്ക് കഴിയണില്ല. ബാപ്പിയും തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്ന പ്രവർത്തനം ഉമ്മയാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉമ്മയെ പഠിപ്പിക്കണത്. എന്തേ കാരണം? വാപ്പാൻ്റെ കീശയെന്ന് 100 ഉറുപ്പ്യ എടുത്തു. വാപ്പാൻ്റെ കീശയെന്ന് 100 ഉറുപ്പ്യ എടുത്തു. അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങാൻ ഒരു 10 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തരൂല പറഞ്ഞു. എന്നാൽ ഞാൻ വാപ്പാൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞു. കൊണ്ടേക്കട എൻ്റെ 10 ഉറുപ്പ്യ പറഞ്ഞാണ് കൊടുത്തു. ഇതാണ് ബ്ലാക്ക് മെയിലിംഗ്. ഇത് ഉമ്മയെ പഠിപ്പിച്ചേ. പിന്നെന്താ വേണ്ടത്? വാപ്പാൻ്റെ കീശയെന്ന് 100 ഉറുപ്പ്യ എടുക്കേണ്ടി വരും. ഇന്നെപ്പോലത്തെ വാപ്പയൊക്കെ ആണെങ്കിൽ എടുത്താലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കൂല. എടുത്തോട്ടെ, കുഴപ്പമില്ല, ആവശ്യം വരുമ്പം കണ്ടനെ കിട്ടുമല്ലോ. ഓലെന്തേലൊക്കെ ഒന്ന് എടുത്തു വെച്ചാൽ അത് അവസാനം ബാക്കി ഉണ്ടാവും, നല്ലതാണ്. പക്ഷെ എന്ത് വേണം? ഒന്നുകിൽ കുട്ടികൾ കാണാതെ എടുക്കണം, അല്ലെങ്കിൽ കുട്ടി കണ്ടു എന്ന് വിചാരിക്കാം. എന്നാൽ വാപ്പ രാവിലെ കുപ്പായിട്ട് കണ്ട് എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ പറയണം, പിന്നെ കീശയത് ഞാൻ ഒരു 100 ഉറുപ്പ്യ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയണത് കുട്ടി കേൾക്കണം. അപ്പോൾ മനസ്സിലായി ഇത് കട്ടതല്ല. ഇത് പറഞ്ഞും പഠിപ്പിച്ചും കൊടുക്കുന്നതിലുള്ള പരാജയമാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് മക്കൾ നന്നാവണം എന്നുള്ളതിന് വേറെ സൂത്രവാക്യമൊന്നുമില്ല. വാപ്പിയമ്മ നന്നാവണം തന്നെ. മക്കളെ കൊണ്ട് വിജയിച്ച ആൾക്കാരുണ്ട്. ലോക ചരിത്രത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട തോഴനായിരുന്ന ഇസ്ലാമിൻ്റെ 2ാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനൊരു മകനുണ്ടായിരുന്നു. അബ്ദുള്ള എന്നാണ് പേര്. മുത്തബിഉസ് സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട ആളാണ്. മുസ്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ അല്പം പോലും വ്യത്യാസമില്ലാതെ പിന്തുടർന്ന ആളായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്നു. കുട്ടികളെ കൂടി കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ ചോദിക്കട്ടെയോ? ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോളി പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, കൊമ്പും ചുള്ളിയില്ലാത്തൊരു മരത്തിൻ്റെ പേര് പറയും നിങ്ങൾ ചോദിച്ചു. ഇണച്ചമില്ലാത്ത കമ്പുകളില്ലാത്തൊരു മരം, അതിൻ്റെ പേര് പറയും ചോദിച്ചു. അപ്പോൾ സഹാബത്ത് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞു. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അറിയാം. അപ്പം നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഈത്തപ്പന മരമാണ് എന്ന് പറഞ്ഞു. സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വാപ്പയായ ഉമർ ഖത്താബിനോട് പറഞ്ഞു, ഇപ്പ എനിക്കറിയായിരുന്നു അതിൻ്റെ ഉത്തരം. നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഈത്തപ്പനയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനത് പറയാതിരുന്നതാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവിടെ ചെറുക്ക, എന്ത് ഇജ്ജത് പറയാഞ്ഞത്? ഇജ്ജതാണ്ട് പറഞ്ഞിക്കുകയാണെങ്കിൽ ഞാനെൻ്റെ കുപ്പായത്തിൻ്റെ കോളറൊക്കെ ഒന്ന് നേരാക്കിങ്ങാണ്ടുണ്ടാവും, അവിടെ ഒരു ഇരുത്താണ്ട് ഇരിക്കാൻ, എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലൊന്നാണ്ട് പോസ്റ്റാൻ, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ, ഉറപ്പല്ലേ? നമുക്ക് മനസ്സിലാണെങ്കിൽ അങ്ങനെ പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന്. അപ്പം മകൻ പറഞ്ഞു, വാപ്പ, എൻ്റെ വാപ്പയായ നിങ്ങൾ ഉത്തരം കിട്ടാതിരിക്കുന്ന ഒരു സദസ്സിൽ ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. ഇതാണ് മകൻ്റെ ഗുണം എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് വർദ്ധിക്കണമെന്ന് കരുതിയിട്ടല്ലാതെ എൻ്റെ ഭാര്യയോട് ഇണ ചേർന്നിട്ടില്ല. ജിമാഇൻ്റെ നീയത്ത് കറക്റ്റായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. നമ്മൾ ജിമാഇന് നീയത്ത് വെക്കലില്ല, കാരണം അതൊരു ഇബാദത്താന്ന് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് കല്യാണം തന്നെ നമുക്ക് ഇബാദത്തല്ലല്ലോ. നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോൾ ഒരു ഇബാദത്തിന് പോവുകയാണെന്ന് മനസ്സിൽ കരുതലുണ്ടോ? ഇല്ലല്ലോ. ചെന്നില്ലെങ്കിൽ അബ്ദുറഹ്മാൻ എന്താ തോന്നുന്നതെന്നല്ലേ വിചാരിക്കൽ. ഒന്ന് പോരാ, വേഗം ഒന്നാണ് പോയിങ്ങാണ്ടാണ് പോരാ.
ചെന്നീല്ലെങ്കിൽ പോകാൻ്റെ മുഖത്തേക്ക് പിന്നെ എങ്ങനെയാണ് നോക്കുക എന്നാണ്. ദീനിൻ്റെ 2/3 പൂർത്തിയാക്കുന്ന ഒരു ഇബാദത്ത് നടക്കുന്ന സ്ഥലമാണ്. ഒന്ന് ചെന്ന് പോന്നില്ലെങ്കിൽ അള്ളാഹു തേലാക്ക് എന്താ തോന്നുകയെന്ന് വിചാരിച്ചിട്ട് നമ്മളാരും കല്യാണത്തിന് പോലില്ല തന്നെ. അപ്പോൾ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് വ്യത്യാസം വന്നു. മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ എന്തും പഠിക്കുന്നത്. റബീഉൽ അവ്വൽ 12-ന് 7ാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയിട്ട് കുട്ടി സ്റ്റേജമ്മ കയറി സമ്മാനം വാങ്ങിയാൽ സദസ്സിലിരിക്കണ വാപ്പ പറയും എൻ്റെ ചെറുക്കനാണത്, 3ാമത്തോൻ ആശിം, പഠിക്കാൻ നല്ല ഉഷാറാണ് എന്ന് പറയും. വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തെങ്ങാണ്ട് സ്റ്റാറ്റസും വെക്കും. അതേ ചെറുക്കൻ കുരുത്തക്കേട് കാട്ടിയിട്ട് അങ്ങാടിയിൽ നിന്ന് ആൾക്കാരടുത്ത് നിന്ന് അടി കിട്ടിയാൽ പറയും ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമായതുകൊണ്ട് ഓൻ അങ്ങനെ ആയതാണ് എന്ന്. അല്ല, എൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാണ്. റബീഉൽ അവ്വൽ 12-ന് സമ്മാനം വാങ്ങിയത് എൻ്റെ ചെറുക്കനായത് കൊണ്ടാണെങ്കിൽ കുരുത്തക്കേട് കാട്ടിയിട്ട് നാട്ടിലിരുന്ന് അങ്ങാടിയിൽ നിന്ന് പെരടിക്ക് വെട്ട് കിട്ടിയതും നിൻ്റെ ചെറുക്കനായതുകൊണ്ട് തന്നെയാകുന്നു. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവ് എന്നാണ്. ഓൻ്റെ നന്മയെ ഏറ്റെടുക്കാൻ കഴിയണം, ഓൻ്റെ തിന്മയും ഏറ്റെടുക്കാൻ കഴിയണം. അതുകൊണ്ട് കുട്ടി കേടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പക്കാർ ബാപ്പിമ്മയും തന്നെയാണ്, വേറെ ആരുമല്ല. വേറെ ആരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൂട്ടുകെട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൂട്ടുകെട്ട് വരെ മാതാപിതാക്കൾക്കനുസരിച്ചാണ് ഉണ്ടാവുന്നത്. മക്കളുടെ കൂട്ടുകെട്ട് വരെ മാതാപിതാക്കൾക്കനുസരിച്ചേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഉണ്ടാവില്ല. എല്ലാവരോടൊന്നും എല്ലാ മനുഷ്യന്മാരും കൂട്ടുകൂടൂല. നമ്മൾ ചില സ്ഥലത്തൊക്കെ പെണ്ണന്വേഷിക്കാൻ ചെന്നാൽ, പുതിയാപ്പിളാരെ കുറിച്ച് അന്വേഷിക്കാൻ ചെന്നാൽ ആൾക്കാർ പറയും ചെറുക്കന് കുഴപ്പമൊന്നുമില്ല, ഓൻ്റെ കൂട്ടുകാരൊക്കെ വളരെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആൾ മോശം തന്നെയെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കൂട്ടുകെട്ട് മോശമാണെങ്കിൽ ആൾ മോശം തന്നെയാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കും. ഏത് മനുഷ്യനും അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൽ വീഴും. ഈ ദീനിലേക്ക് ഒന്നാമത് വന്ന ആൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കളിക്കൂട്ടുകാരായിരുന്നു എന്നത് തന്നെയാണ് കാരണം. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലേ ഉണ്ടാവുള്ളൂ. നല്ലവരോടല്ലാതെ വാപ്പാരും പിന്നെ കമ്പനി കൂടരുത്, മക്കളെ കമ്പനി കൂടാൻ അനുവദിക്കുകയും ചെയ്യരുത്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകെട്ടിൻ്റെ മേലുണ്ടായിരിക്കും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുണ്ടാകണമെങ്കിൽ എന്ത് വേണം? നല്ല കൂട്ടുകെട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞേക്കണം. അപ്പോഴേ നല്ല കൂട്ടുകെട്ടുണ്ടാവുള്ളൂ. നല്ല കൂട്ടുകെട്ടുള്ള സംരംഭങ്ങളിലേക്ക് വിടണം. നല്ല കൂട്ടുകെട്ടുള്ള സംവിധാനങ്ങളിലേക്ക് വിടണം. നല്ല കൂട്ടുകെട്ടുള്ള കടയിൽ നിർത്തണം. നല്ല കൂട്ടുകെട്ടുള്ള ഓഫീസിൽ ജോലി ചെയ്യണം. അപ്പോഴേ നല്ല കൂട്ടുകെട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു വന്നതാണ്. പ്രണയവിവാഹം 5 കാര്യങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അതുകൊണ്ട് കുറേ കണ്ട് യോജിക്കുമെങ്കിൽ അങ്ങോട്ട് നടത്തി കൊടുക്കായിരുന്നു എന്ന് ബാപ്പയാണെങ്കിൽ തീരുമാനിക്കരുത്, ഇമ്മയാണെങ്കിൽ തീരുമാനിക്കരുത്. വാപ്പിമ്മ അല്ലെങ്കിൽ പിന്നെ തീരുമാനിച്ചോളി. ഓൾക്ക് മേത്തുനിന്ന് ഒഴിവായി കിട്ടിയാൽ മതിയല്ലോ എങ്ങനെയും തന്നെ. പിന്നെ ഇന്നത്തെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ പ്രശ്നം. നേരത്തെ പറഞ്ഞ മാതിരി പ്രശ്നങ്ങളുടെ കണക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പരിഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, അവനാൻ്റെ കുട്ടികളെ അവനാൻ നല്ലോണം നോക്കണം. നമ്മളെ കുട്ടികളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മളെ കുട്ടികളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് അവനാൻ്റെ മക്കളെ അവനാൻ നല്ലോണം നോക്കണം. സദസ്സിലെന്താ ഒരു അസ്വസ്ഥത ഉണ്ടോ? ലേശം വെള്ളമൊക്കെ എല്ലാവരും കുടിച്ചാളി. വെള്ളം തന്നിട്ടുണ്ടല്ലോ എല്ലാവർക്കും. വെള്ളക്കുപ്പി എല്ലാവർക്കും തന്നിരുന്നു. ലേശം വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ടൊന്ന് ഉഷാറായിട്ടിരിക്കും. പെണ്ണുങ്ങളിപ്പോൾ എന്താ കാട്ടണമെന്ന് ഞാൻ കാണുന്ന തന്നെ ഇല്ല, നോക്കാൻ പോകണമില്ല. ആണുങ്ങളെങ്കിലും ഒരു കോലത്തിലാവണ്ടേ? അത്യാവശ്യമുള്ളവരൊക്കെ പോയാൽ ബാക്കിയുള്ളവരോട് പറയാൻ. റെഡിയല്ലേ?
മാത്രം കേൾക്കാൻ തയ്യാറാവണം. എന്നാലേ നമുക്ക് ഈ കാര്യങ്ങൾ, കാരണം നിങ്ങളെ ജീവിതകാലത്ത് മൊത്തം മനസ്സിൽ തങ്ങി നിൽക്കേണ്ട ചില ഉപദേശങ്ങളാണ്. ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, എഡിറ്റ് ചെയ്യാനില്ല, മൊത്തം എടുക്കണം. അതിന് നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധ എനിക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ നിങ്ങളെ കുട്ടികളെ പോലെ കാണുകയാണ്. കണ്ടോട്ടെ, തൽക്കാലം നിങ്ങളെ കുട്ടികളെ പോലെ കാണട്ടെ. എന്നാൽ എല്ലാവരും പറയും 1 2 3 4, ഉറക്ക പറയും 5 6 7 8 9 10 9 8 7 6 5 4 3 2 1. ഇപ്പം ശരിയായിട്ടുണ്ട്. ഇനിയത്തെ ഒരു പ്രശ്നം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. മയക്കുമരുന്ന് എന്ത് വേണം വെച്ചാൽ, നമ്മളിന്ന് അതിൻ്റെ കണക്ക് പറഞ്ഞിട്ടോ വ്യാപകമാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. ആദ്യം നമ്മളെ മക്കളെ മയക്കുമരുന്ന് എന്ന പ്രശ്നം പിടികൂടിയിട്ടുണ്ടോ എന്നെങ്ങനെ അറിയാം? അതാണ് ആദ്യം പഠിക്കേണ്ട കാര്യം. എങ്ങനെയാണ് അതറിയാം? ചുരുക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക, നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായി മാറിയാൽ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. നിലവിലുള്ള ഏത് സ്വഭാവത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിലും, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നല്ലോണം വർത്താനം പറഞ്ഞിരുന്ന ചെക്കനായിരുന്നു, ഇപ്പം മുണ്ടണന്നില്ല. അല്ലെങ്കിൽ തീരെ വർത്താനം പറയാത്ത ആളായിരുന്നു, ഇപ്പോൾ പഞ്ചായത്ത് റേഡിയോ തുറന്നച്ച മാതിരിയാണ്. നിലവിലുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, തീരെ ഭക്ഷണം കഴിക്കാത്ത ആളായിരുന്നു, ഇപ്പോൾ തീറ്റന്നെ ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ തിന്നാവുമായിരുന്നു, ഇപ്പോൾ അവന് ഭക്ഷണം തന്നെ വേണ്ട. ബാപ്പാനോടും ഉമ്മാനോടൊക്കെ നല്ല നിലയിൽ പെരുമാറിയുന്ന ആളായിരുന്നു, ഇപ്പോൾ ഉമ്മാനെയും ബാപ്പാനെയും കണ്ണിൻ്റെ നേരെ കണ്ടൂടാ. അല്ലെങ്കിലോ ബാപ്പാനോടും ഉമ്മാനോടും വളരെ മോശമായി പെരുമാറിയുന്ന ആളാണ്, ഇപ്പോൾ എന്തോ ഒരു സ്നേഹമാണെന്നറിയോ, ഇമ്മാക്ക് വളക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് സ്വർണത്തിൻ്റെ. ഇങ്ങനെ നിലവിലുള്ളതിൻ്റെ നേരെ എതിരായിട്ട് ആളാണ്ട് മാറിയാൽ പള്ളിക്കന്ന് വെള്ളിയാഴ്ചത്തെ ഉസ്താദിൻ്റെ വയത് കേട്ടതൊന്നും അല്ല, അത് സംഗതി ചെങ്ങായി അകത്ത് ചെന്നതാണ് എന്നാദ്യം മനസ്സിലാക്കുക. വയത് കേട്ടിട്ടുള്ള നന്നായാലും ഉണ്ടാവും കേട്ടോ, അത് ഇത്ര എളുപ്പമൊന്നും ഉണ്ടാവില്ല, ഇത് വളരെ പെട്ടെന്നുണ്ടാവും. ഇനി മാറ്റങ്ങളെ ഞാൻ ഇങ്ങനെ ഒരു 10-16 നമ്പർ ഇട്ട് എണ്ണിത്തരാം. മുഴുവനും കൂടി നിങ്ങൾ ഓർക്കണം എന്നൊന്നുമില്ല, പക്ഷെ ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ഒരു 10-15 നമ്പർ ഇട്ട് ഞാൻ എണ്ണിത്തരാം. 1, ഭക്ഷണം കുറഞ്ഞു വരും. 2, ഉറക്കം കുറഞ്ഞു വരും. 3, ശരീരം മെല്ലിച്ചു പോകും. 4, കണ്ണിന് ചുവപ്പ് കളറ് വരും. 5, കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കറുത്ത അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. 6, അടുത്ത കുടുംബക്കാരോട് ദേഷ്യം കാണിക്കും. 7, അകന്ന കുടുംബത്തോട് അടുപ്പം കാണിക്കും. ഇളയമാൻ്റെ മകളെ കെട്ടിച്ചു കൊടുത്തേക്ക് ഇടക്കിടക്ക് പോകും എന്നർത്ഥം. അകന്ന കുടുംബത്തോട് താല്പര്യം കാണിക്കും, അടുത്ത കുടുംബത്തോട് ദേഷ്യം കാണിക്കും. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും. വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് റൂമിൽ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടും. ഒഴിഞ്ഞിരിക്കുമ്പോൾ ദൂരേക്ക് നോക്കുന്നതായിട്ട് കാണും. ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ദൂരത്തേക്ക് ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണും. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന കൂട്ടുകാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് ശ്രദ്ധയിൽപ്പെടും. രാത്രി ഉറങ്ങുന്ന സമയത്ത് വാതിൽ കുറ്റിയിട്ടുറങ്ങും. രാവിലെ അടിച്ചു വാരുന്ന സമയത്ത് റൂമിൽ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളം കാണും. അവൻ താമസിക്കുന്ന റൂമിലേക്ക് ചെന്ന് നോക്കിയാൽ ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസനയുണ്ടോ എന്ന് തോന്നും. മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത ചില പ്രത്യേകമായ പെട്ടികൾ, ചെറിയ ബോക്സുകളൊക്കെ റൂമിൽ ഇരിക്കുന്നതായി ശ്രദ്ധയിൽ വരും. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ, സൈക്കിള്, ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങൾ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽ വരും. 15 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയുണ്ട്. 20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കും. എല്ലാവർക്കും അറിയുന്നതും നിലവിൽ ഉപകാരമില്ലാത്തതുമായ സാധനങ്ങളുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കും. CD, കല്ല്, ചാക്ക്,
പൊടി, കട്ട തുടങ്ങി സാധനം എല്ലാവർക്കും അറിയും. പക്ഷെ ഒരു ഉപകാരവും കാണാനില്ലല്ലോ അതിൻ്റെ. അങ്ങനത്തെ സാധനങ്ങളുടെ പേര് നിരന്തരമായി സംസാരിക്കുന്നത് ശ്രദ്ധയിൽ വരും. ചില സമയത്ത് മാത്രം ഉന്മേഷവും മറ്റു ചില സമയത്ത് തീരെ ഉന്മേഷമില്ലാതെയും കാണുന്നത് ശ്രദ്ധയിൽ വരും. പിന്നെ പഴയ അടയാളങ്ങൾ കുറേ ഉണ്ട്, അതിപ്പോൾ നിലവിലുണ്ടാവില്ല. മുമ്പൊക്കെ കള്ളുടിച്ചാൽ ആടും, WWW, ഇപ്പോൾ ആടൂല. പഴയ അടയാളം നോക്കിയിട്ട് കാര്യമില്ല, പുതിയ അടയാളം നോക്കണം. അടുത്തൊല്ലത്തെ അടയാളം പറയണമെങ്കിൽ ഞാൻ അടുത്തൊല്ലം ഞാൻ ഇഞ്ഞും വരേണ്ടി വരും. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. നിലവിലുള്ള അടയാളമൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയാണ്. മുമ്പ് ആടും, ഇപ്പോൾ ആടൂല. മുമ്പ് വാസന ഉണ്ടാവും, ഇപ്പോൾ വാസന ഉണ്ടാവില്ല. മുമ്പ് കള്ളുടിച്ചാൽ വാസന ഉണ്ടാവും. നമ്മുടെ ഈ റേഷൻ പീടിയിലെ മണ്ണെണ്ണ കരിഞ്ചന്തക്ക് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റേഷൻ പീടിയിലെ മണ്ണെണ്ണക്ക് നീല കളറ് കൊടുത്തു. അങ്ങനെ റേഷൻ പീടിയിലൊക്കെ മണ്ണെണ്ണ ഇറക്കുമ്പോൾ മണ്ണെണ്ണ കൊടുന്നിറക്കണ ലോറിയുടെ ഡ്രൈവർ എടുത്തൊരു മരുന്നുണ്ടാവും, അതും കൂടി വാങ്ങി ഒറ്റിച്ചാൽ നീല കളർ പൊയ്ക്കോളും എന്ന മാതിരിയാണ്. മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാർ തന്നെ കണ്ണിന് ചോപ്പില്ലാതിരിക്കാൻ, വാസന ഇല്ലാതിരിക്കാനൊക്കെ നല്ല നല്ല സാധനങ്ങൾ കൊടുക്കും. ഊതിൻ്റെ വാസനയുള്ള പാക്കൊക്കെ ഉണ്ട്. കള്ളുടിച്ചാണ്ട് വരുമ്പോൾ തോന്നുന്ന വല്ല അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി വരികയാണ് എന്നാ ഊതിൻ്റെ വാസനയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പഴയ അടയാളങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല, പുതിയ അടയാളങ്ങളെ നോക്കണം. ഈ പറഞ്ഞിട്ടുള്ള 10-15 കാര്യങ്ങളെയാണ് പുതിയ അടയാളങ്ങൾ. ഒന്നുണ്ടായതിന് ബേജാറാണ്ട, 3 ഉണ്ടെങ്കിൽ ബേജാറാകാതെ ഇരിക്കും വേണ്ട. ഒരടയാളെ കാണുന്നുള്ളൂ വെച്ചാൽ ബേജാറാവൊന്നും വേണ്ട. ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണത്താലുണ്ടാവും. ചെങ്കണ്ണ ഉണ്ടായാലും ഇപ്പോൾ കണ്ണ് ചോപ്പുണ്ടാവുമല്ലോ. അപ്പോൾ ഒരടയാളത്തുമെന്ന് ബേജാറാണ്ട. ഞാൻ ഈ എണ്ണിപ്പറഞ്ഞതിൽ നിന്ന് 3 അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നല്ലോണം ബേജാറായിക്കോളി, സംഗതി പ്രശ്നമാണ്. ഇനി അങ്ങനെ ഒരാൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായാൽ എന്താണ് ചെയ്യേണ്ടത്? ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. എന്താ ശാസ്ത്രീയമായ ചികിത്സ പറഞ്ഞാൽ? ശാസ്ത്രീയമായ ചികിത്സ പറഞ്ഞാൽ മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഓൺ ചെയ്താൽ ഇങ്ങനെ മേലെ ഗൂഗിൾ വരും. അതിൽ കൈയമർത്തുക. അമർത്തിയിട്ട് അവിടെ ഡി അഡിക്ഷൻ സെൻറ്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഡി അഡിക്ഷൻ സെൻറ്റർ എന്നത്. അത് ടൈപ്പ് ചെയ്യാം. അത് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്താൽ ഏറ്റവും അടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൻ്റെ പേര്, അവിടുത്തെ ഫോൺ നമ്പർ, അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ മാപ്പ്, ഈ 3 സാധനങ്ങൾ മഹാനായ ഗൂഗിൾ അവറുകൾ പറഞ്ഞു തരുന്നതാണ്. ഒരു മടിയും വിചാരിക്കണ്ട, പെട്ടാൽ പെട്ടതന്നെയല്ലേ, കൊണ്ടുപോയിക്കോളാം. ഇനിയിപ്പോൾ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും അറിയുമെന്നൊന്നും വിചാരിക്കരുത്. കാരണം സംഗതി പിടുത്തം വിട്ടാലേ പിന്നെ വേണ്ടത് ചെയ്യേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് കൊണ്ടുപോവുക. ഡി അഡിക്ഷൻ സെൻറ്ററിൽ ചെല്ലുക. കൗൺസിലിംഗ് കൊണ്ട് മാറുന്നതാണെങ്കിൽ മരുന്ന് കൊടുക്കണ്ട. മരുന്ന് കൊണ്ടേ മാറുള്ളൂ വെച്ചാൽ ഒരു മടിയും വിചാരിക്കണ്ട, മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുത്ത് ഒപ്പം കൗൺസിലിങ്ങും കൊടുത്ത് മാറ്റിയെടുത്തതിൻ്റെ ശേഷം ഏത് സാഹചര്യത്തിലാണോ ഇവൻ മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുള്ളത് ആ സാഹചര്യം മാറ്റിക്കൊടുത്താലല്ലാതെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയില്ല. ഏത് കോളേജിൽ നിന്ന് തുടങ്ങിയത് അവിടേക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തുടങ്ങിയത് അവിടേക്ക് പിന്നെ വിടരുത്. ഏത് കോഴിപ്പീടിയിൽ നിന്ന് തുടങ്ങിയത് ആ കോഴിപ്പീടിക്ക് പിന്നെ പറഞ്ഞേക്കരുത്. ഏത് ഖത്തറിൽ തുടങ്ങിയത് ആ ഖത്തർക്ക് പിന്നെ വിടരുത്. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് പിന്നീട് പറഞ്ഞേക്കാൻ പാടില്ല. സ്ഥലം മാറ്റി കൊടുക്കണം. എന്നാൽ മാത്രമാണ് അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുക. എന്തുകൊണ്ട്? മദ്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നത് ശൈത്താനിയായ പ്രവർത്തനമാണ്. അത് വേഗത്തിൽ മടങ്ങി വരും. ഇലാഹിയായ പ്രവർത്തനം പെട്ടെന്ന് മടങ്ങി വരില്ല. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെയും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെയും ഇടയിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗത്തിൽ കിട്ടൂല, ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗം കിട്ടും. ഇലാഹിയായ പ്രവർത്തനം വേഗം മടങ്ങി വരില്ല, ശൈത്താനിയായ പ്രവർത്തനം വേഗം മടങ്ങി വരും. മനസ്സിലായിട്ടില്ല? ഒരു വെള്ളിയാഴ്ച ഒരു ചങ്ങായി ജുമയ്ക്ക് പോയി. അപ്പം നേരം വൈകിട്ടാണ് എത്തിയത്. അപ്പം ജുമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അവൻ മേലെ കയറിയിരുന്ന വർത്താനം പറയാതെ താഴെ ഇരുന്നു. താഴെ ഇരുന്ന സ്ഥിതിക്ക് പിന്നെ ഓൻ ദ്വയം കഴിഞ്ഞിട്ട് നീച്ചു പോയി. അപ്പോൾ വാപ്പ വിചാരിക്കണ്ട, അൽഹംദുലില്ലാ ചെറുക്കൻ നേരായിട്ടുണ്ട്, ഈ വെള്ളിയാഴ്ച ഓൻ താഴെ ഇരുന്ന് ദ്വയൊക്കെ കഴിഞ്ഞിട്ടാണ് നീച്ചു പോയത്, ഇഞ്ഞോ ഉഷാറായിക്കോളും എന്ന് കരുതണ്ട. ഇലാഹിയായ വിഷയത്തിൻ്റെ രസം ഒരു വെള്ളിയാഴ്ച കൊണ്ടും 2 വെള്ളിയാഴ്ച കൊണ്ടും 10 വെള്ളിയാഴ്ച കൊണ്ടും കിട്ടൂല, അത് ആക്കത്തിനേ കിട്ടുള്ളൂ. അതേ സമയത്ത് ഒരിക്കൽ പൂരത്തിന് പോയാൽ എല്ലാ കൊല്ലവും ആ ഡേറ്റ് ഓർമ്മ വെച്ച് പോയിക്കോളും. ശൈത്താനിയായ വിഷയത്തിൻ്റെ രസം വേഗം കിട്ടും, ഇലാഹിയായ വിഷയത്തിൻ്റെ രസം സാവകാശമേ കിട്ടുള്ളൂ. എന്നതുപോലെ ഇലാഹിയായ വിഷയത്തിൽ നിന്നൊരാൾ അകന്നു പോയാൽ വേഗം മടങ്ങി വരില്ല. ശൈത്താനിയായ വിഷയത്തിൽ നിന്ന് അകന്നു പോയാലും വേഗം മടങ്ങി വരും. ഹാഫിസ് മുഹമ്മദിൻ്റെ ഒരു പഠന റിപ്പോർട്ട് വന്നിരുന്നു മുമ്പ്. കേരളത്തിൽ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ഇടപാടുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളിലൊക്കെ ഒന്ന് മാപ്പിളജാതി ഉണ്ടാവുമല്ലോ, 5 എണ്ണം ഉണ്ടെങ്കിൽ 1 എന്തായാലും ഉണ്ടാവുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കുട്ടികൾ അധികവും ഒന്നുകിൽ യത്തീംഖാനയിൽ ചാടിപ്പോയതേക്കാരം, അല്ലെങ്കിൽ ബോർഡിംഗിൽ നിന്ന് ചാടിപ്പോയതേക്കാരം, അല്ലെങ്കിൽ അറബിക് കോളേജിൽ നിന്ന് ചാടിപ്പോയതേക്കാരം, അല്ലെങ്കിൽ ദർസിൽ നിന്ന് ചാടിപ്പോയതേക്കാരം. എന്നിട്ട് അദ്ദേഹം പറയേണ്ട അതിൻ്റെ കാരണം, നല്ലത് കേടെന്നാൽ പറ്റെരപ്പാവും, നല്ല സാധനം കേടെന്നാൽ പറ്റെരപ്പാകുമെന്ന് അദ്ദേഹം അതിനൊരു കാരണം പറയുന്നുണ്ട്. ഇത് ഞാൻ എന്താ പറയാൻ കാരണം എന്താ, നിങ്ങൾ ശൈത്താനിയായ വിഷയത്തിൻ്റെ രസം വേഗത്തിൽ കിട്ടും, അതിലേക്ക് വേഗം മടങ്ങി വരികയും ചെയ്യും. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലാണോ മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ടായത്, ആ സാഹചര്യം മാറ്റി മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റണം. രണ്ടാമത്, ഒരു നാട്ടിൽ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു കുട്ടിക്ക് ലഹരി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ലഹരിയുടെ വിതരണം നടക്കുന്നുണ്ട് എന്നാണല്ലോ. മനുഷ്യന്മാരെ, ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജിലോ പഠിക്കുന്ന ഒരു കുട്ടി ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ലഹരിയുടെ വിതരണം നടക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് ഒന്നാമത് നമ്മളെ കുട്ടികളെ മാറ്റണം. 2, അതിൻ്റെ വിതരണം തടസ്സപ്പെടുത്തണം. വിതരണം തടസ്സപ്പെടുത്താൻ എന്താ ചെയ്യേണ്ടത്? വിതരണം തടസ്സപ്പെടുത്താൻ എവിടെയാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നതെന്ന് കണ്ടെത്തുക. ഏത് പെട്ടിക്കടയിലാണ്, അല്ലെങ്കിൽ ഏത് സ്റ്റേഷനറി കടയിലാണ്, അല്ലെങ്കിൽ ഏത് ഹോട്ടലിൻ്റെ പിൻവശത്താണ്, അല്ലെങ്കിൽ ഏത് ബേക്കറിയിലാണ്, അല്ലെങ്കിൽ ഏത് സൈക്കിൾമ വരുന്ന ആളാണ്, ഏത് മോട്ടോർ സൈക്കിൾമ വരുന്ന ആളാണ്, ഏത് ഐസച്ചോടക്കാരനാണ്, എവിടെയാണ് ഇതിൻ്റെ ഉറവിടം എന്നത് കണ്ടെത്തുക. ഏകദേശം ഒരു ധാരണയായാൽ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നല്ല സ്ഥലത്തിൻ്റെ പേരൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ എടുക്കുക. ഈ ലൊക്കേഷൻ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ നാർക്കോട്ടിക് ആർമി എന്ന് ടൈപ്പ് ചെയ്യുക. നാർക്കോട്ടിക് ആർമി എന്ന് ടൈപ്പ് ചെയ്താൽ മദ്യം, മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന സെല്ലുകളുടെ നമ്പറുകൾ വരും. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ സേവ് ചെയ്തിട്ട് നമ്മൾ എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നാർക്കോട്ടിക് ആർമിയുടെ നമ്പറിലേക്ക് ആരാണ് മെസ്സേജ് അയച്ചത് എന്ന് അത് റീഡ് ചെയ്യുന്ന ആൾക്ക് പോലും കാണാൻ സാധിക്കുകയില്ല എന്ന തരത്തിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അയച്ചു കൊടുത്ത ആൾ ഒരിക്കലും കുടുങ്ങൂല. ഓർക്ക് ആ ലൊക്കേഷൻ മനസ്സിലാകണമെന്നേ ഉള്ളൂ. അവർ വന്ന് റെയ്ഡ് നടത്തി പിടിച്ചുകൊള്ളും. അങ്ങനെ നാട്ടിൽ നിന്ന് ആ വിപത്തില്ലാതാവുകയും ചെയ്യും. അപ്പോൾ 1, നമ്മുടെ മക്കളെ കുട്ടികളെ ഇന്ന് മാറ്റണം. 2, നമ്മളെ നാട്ടിൽ അതിൻ്റെ വിതരണം അവസാനിപ്പിക്കണം. ഈ 2 കാര്യവും സമൂഹത്തിലെ ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. പ്രശ്നങ്ങളെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിൽ മുന്നോട്ട് പോവുകയും വേണം. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ നോക്കാനുള്ളൂ. മക്കൾ നന്നായി കിട്ടുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ഏത് മനുഷ്യൻ്റെ ആഗ്രഹമാണ് മക്കൾ നന്നായി കിട്ടൽ. ഒരു കള്ളുടിയനായ ചെങ്ങായി ഓൻ്റെ മോൾക്ക് ഒരു കല്യാണം ആലോചിക്കുകയാണെങ്കിൽ, കല്യാണം ആലോചിക്കുമ്പോൾ ആദ്യം ആലോചിക്കും ചെക്കന് കുടിയൊന്നുമില്ലല്ലോ. മദ്യപാനിക്ക് മദ്യപാനിയോട് ഇഷ്ടമല്ല, കള്ളുടിയനോട് ഇഷ്ടമല്ല. ഒരു കള്ളുടിയന് വേറെ കള്ളുടിയനോട് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഇഷ്ടമുള്ള മാതിരി അഭിനയിക്കും, സംഗതി അത് ഇഷ്ടമല്ല.
മദ്യപാനിക്ക് അവനോട് തന്നെ ഇഷ്ടമായിരിക്കില്ലെന്നാണ്. വേറെ ഉള്ളത് നിൽക്കട്ടെ, കള്ളുടിയന് ഓനോട് ഇഷ്ടം ഉണ്ടാവില്ല. അതാണ് മദ്യപാനികളും ലഹരി ഉപയോഗിക്കുന്ന ആളുകളും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം. ഓനോട് ഓന് ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. മക്കൾ നന്നാകുക എന്നുള്ളത് എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ്, അഭിലാഷമാണ്. മക്കൾ നന്നാവണമെങ്കിൽ 5 കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കണം. 5 വിഷയങ്ങളിൽ സൂക്ഷ്മത പാലിക്കുമ്പോഴാണ് മക്കൾ നേരാകുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കുകയും ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മാത്രം മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുകയും വേണം. മക്കൾ നന്നാവണമെങ്കിൽ ഈ ഒരു കാര്യം നിർബന്ധമാണ്. ഹലാലും ത്വയ്യിബുമായത് മാത്രം കഴിക്കണം. ഹലാലും ത്വയ്യിബുമായത് മാത്രം മക്കൾക്ക് തിന്നാൻ കൊടുക്കണം. എല്ലാ ഹലാലുകളും ത്വയ്യിബാവില്ല. ഹലാലായതുകൊണ്ട് ത്വയ്യിബാവില്ല. നമ്മളെ മദ്രസയിലെ പാഠപുസ്തകത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നിമാംസം കഴിക്കൽ ഹലാലാവും, പക്ഷെ ത്വയ്യിബാവോ? അതിന് നല്ല ഭക്ഷണം എന്ന് പറയാൻ പറ്റുമോ? ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ് അർത്ഥം. നല്ലതെന്ന് പറയാൻ കഴിയൂല. ത്വയ്യിബ് വേറെയാണ്, ഹലാല് വേറെയാണ്. ഹലാലായതുകൊണ്ട് ത്വയ്യിബാവില്ല. ഇപ്പം ഇവിടെ ഒരു കടലമണി കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു കടലൻ്റെ മണി, ഒരു കടലമണി. അത് നമുക്ക് കിട്ടിയാൽ കിട്ടിയ ആൾക്ക് തിന്നാം, ഹലാലാണ്. കാരണം നഷ്ടപ്പെട്ട ആൾ ഒരു കടലമണി അന്വേഷിച്ചിങ്ങനെ നടക്കുമോ? ആർക്കെങ്കിലും ഒരു കടലമണി പോയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കോ? ഇല്ല. നഷ്ടപ്പെട്ട ആൾ പിന്തിരിഞ്ഞു പോകുന്ന ഒരു സാധനത്തെ ഒരാൾക്ക് കിട്ടിയാൽ അത് കിട്ടിയ ആൾക്ക് ഉപയോഗിക്കാമെന്നാണ് ശരീഅത്തിൻ്റെ നിയമം. മനസ്സിലാകേണ്ടിയിരിക്കുന്ന വിചാരിക്കണേ. ഒരു 100 റുപ്യ കിട്ടിയാലേ ആർദാ 100 റുപ്യ എന്ന് ചോദിക്കണം. 1,00,000 റുപ്യ കിട്ടിയാൽ 3 മാസം ചോദിക്കേണ്ടി വരും. ഒരു 1ൻ്റെ കൊട്ടൻ റുപ്യ ആണെങ്കിൽ ആർദാ ഒരു കൊട്ടെന്ന് ഒറ്റ ചോദ്യം ചോദിക്കുക, ആളില്ലെങ്കിൽ കിട്ടിയ ആൾക്ക് എടുക്കാം. ഇതാണ് ശരീഅത്തിൻ്റെ നിയമം. ഇത് നഷ്ടപ്പെട്ടവൻ എത്രയാണോ അന്വേഷിക്കുക അത്രയാണ് അതുമായി പരസ്യം ചെയ്ത് നടക്കേണ്ടത്. ഏത് കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഒരു കടലമണി കിട്ടിയാൽ അന്വേഷിക്കേണ്ട, അത് ഹലാലാവും. പക്ഷെ ത്വയ്യിബാവോ? ഇല്ല, ത്വയ്യിബാവില്ല. ഹലാലായി എന്ന് എഴുതി ത്വയ്യിബാവില്ല. ഇന്നിപ്പോൾ അധികം ആൾക്കാരും കച്ചവടക്കാരാണ്. കച്ചവടങ്ങൾ ഹലാലാകാൻ പല വഴിയുണ്ട്. കച്ചവടം ത്വയ്യിബാകാൻ കുറഞ്ഞ വഴികളേ ഉള്ളൂ. എല്ലാവരും ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് കച്ചവടക്കാരേക്കാരം. എന്തെങ്കിലും ആയിട്ട് നമുക്കൊക്കെ കച്ചവടം ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ പാർക്കണ വരയിൽ വിൽക്കണ കച്ചവടക്കാരനാവും. കച്ചവടം ഉണ്ടാവും. എല്ലാവരും കച്ചവടക്കാരാണ്. കച്ചവടത്തിൽ ഇന്ന് ഹലാലായ കച്ചവടം ധാരാളമുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ചെയ്യൂല. എന്തെങ്കിലും വേണ്ടാത്തുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യും. 5 വക്തും സുബഹിയും പള്ളിയിൽ നിന്ന് ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് 2 പേജ് ഖുർആൻ ഓതിയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ പോയിട്ട് സൂപ്പർ മാർക്കറ്റ് തുറന്ന് വെച്ചിട്ട് ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുക. തൊയ്യിബാവൂല. അതന്നെ സംഗതി. കുട്ടികളെന്തേ ഇങ്ങനെ ആയത് എന്നതിന് ഒരു മറുപടിയാണ്. നിങ്ങൾ ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, സംഗതി അങ്ങനെയാണ്. കുട്ടികളെന്തേ ഇങ്ങനെ ആയത് എന്നതിന് ഒരു മറുപടിയാണുള്ളത്. നാട്ടിൽ 2 മുറി പീടികയും വാടകട്ടുള്ള 4 ക്വാർട്ടേഴ്സൊക്കെ ആയപ്പോഴേക്ക് അറബി ഏകദേശം യത്തീങ്ങാനെ ചേരാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. തന്നെ സംഗതി. എന്നിട്ട് കുട്ടികൾ സ്വാലിയാകാൻ വേണ്ടിയിട്ട് വയലുക്ക് 1001, ആ 1001 അറബിക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ പിന്നെ നേരാവും. കാരണം ഓൻ്റെ മേശൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടാണ്ട് വലിച്ചതാണ് ഈ പീഡിയ റൂമും ഈ കോട്ടേഴ്സും ഈ കച്ചവടം ഈ പൈൻറ്റും പീടിയും ഈ ഹാർഡ്വെയർസും ഈ വണ്ടിയും ഈ പറമാണിത്തരൊക്കെ. എല്ലാവരെ പറ്റിയിട്ടും അല്ലേ പറഞ്ഞത് കേട്ടോ. എന്നാൽ പിന്നെ ഏകദേശം എല്ലാവരെ പറ്റിയിട്ടും ആണേനും എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. അതന്നെ സംഗതി. കുട്ടികൾ നേരാവാത്തതിന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളത്, തിന്നാൻ കൊടുക്കണ ഭക്ഷണം ഹലാലും ത്വയ്യിബുമല്ല. തന്നെ വിഷയം. പഴയ കാലത്തെ ആൾക്കാർ നേരായിരുന്നു. മുയ്യദ്ദീൻ ഷേഖിൻ്റെ വാപ്പാനെ പറ്റിയൊരു കഥ ഉണ്ടല്ലോ. മുയ്യദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാനെ പറ്റിയൊരു കഥ ഉണ്ട്, അബൂ സ്വാലിഹിനെ കുറിച്ച്. അബൂ ഹനീഫ ഇമാമിൻ്റെ വാപ്പാനെ പറ്റിയാണ് ആ കഥ എന്ന അഭിപ്രായമുണ്ട്. എന്ത് പരിഗണിച്ചാലും 2 ഉഷാറുള്ള ആൾക്കാരാണ്. കഥ ഇതാണ്. അബൂ സ്വാലിഹ് എന്ന് പറയുന്ന ആൾ, ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബൂ സ്വാലിഹ് എന്ന് പറയുന്ന ആൾ ഒരു ദിവസം പുഴയ്ക്ക് കുളിക്കാൻ പോയി. പുഴയ്ക്ക് കുളിക്കാൻ പോയപ്പോൾ നല്ലോണം വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പുഴയിലൂടെ ഒരു അത്തിപ്പഴം ഒഴുകി വരുന്നത് കണ്ടു. ആ അത്തിപ്പഴം എടുത്ത് കഴിച്ചു.
കഴിച്ചതിന് ശേഷം ആലോചിച്ച് പഠിച്ചോനെ ആരതായിരിക്കാം ഈ അത്തിപ്പഴം, അതിൻ്റെ ഉടമസ്ഥനെ കണ്ട് പൊരുത്തപ്പെടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പുഴക്കരയിലൂടെ അദ്ദേഹം നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ അബ്ദുല്ലാഹി സൗമായി എന്ന പേരായ ഒരു മുതലാളിയുടെ തോട്ടത്തിൽ നിന്ന് ഒരു അത്തിമരം പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കണ്ടു. താൻ കഴിച്ച അത്തിപ്പഴവും ആ അത്തിമരത്തിൽ നിൽക്കുന്ന അത്തിപ്പഴവും ഒരുപോലത്തതാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അബ്ദുല്ലാഹി സൗമായിയോട് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങളെ മരത്തുമെന്ന് പുഴയ്ക്ക് വീണ ഒരു അത്തിപ്പഴം ഞാൻ അറിയാതെ തിന്നിട്ടുണ്ട്, ഇങ്ങളത് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെട്ടു തരൂലാറുണ്ട്. എന്താ പൊരുത്തപ്പെടാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എനിക്ക് കയ്യും കണ്ണും കാലും ഇല്ലാത്തൊരു പെണ്ണുണ്ട്, ഓളെ കെട്ടണം, എന്നാൽ പൊരുത്തപ്പെട്ടു തരാറ്. മൂപ്പര് ചോദിച്ചു, വേറെ എന്തേലും വയ്യുണ്ടോ ചോദിച്ചു. ഒരു വയ്യും ഇല്ല പറഞ്ഞു. എന്നാൽ പിന്നെ കെട്ടെന്നെ അറിഞ്ഞു. കെട്ടി. കഥ നിങ്ങൾക്ക് അറിയണതാണ്. ആ സ്ഥലത്ത് ഞാനോ നമ്മളാരെങ്കിലും ആയിരുന്നു എന്ന് വിചാരിച്ചു നോക്കി, എങ്ങനെ ഉണ്ടാവും? ഒന്ന് അത്തിപ്പഴം തിന്നത് പൊരുത്തപ്പെടിക്കാൻ പോകൂല. ഇനി പോയി എന്ന് വിചാരിച്ചോളി. അത്തി മുതലാളിയെ കണ്ടിട്ട് പറഞ്ഞു, ഞാനൊരു അത്തിപ്പഴം തിന്നിട്ടുണ്ട്, അത് പൊരുത്തപ്പെട്ടു തരാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഒരു 4 കൊല്ലം എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ച എന്തേക്കാരം മറുപടി. പിന്നെ ഇത്ര വലുപ്പത്തിലൊരു സാലിം പൈസിനെ വേറെ നോയിക്കോളി പറഞ്ഞാൽ പോരൂലേ? മുയ്യദ്ദീൻ മാരത്തെ കുട്ടികളെ നമുക്ക് ഉണ്ടായില്ല. അതിൻ്റെ കാരണം അതാണ്, തിന്നാൻ കൊടുത്ത സാധനം നേരായിട്ടില്ല. അതാണ് കാരണം. കുട്ടികൾ നന്നാവാത്തതിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഭക്ഷണം തൊയ്യിബല്ല എന്ന ഒറ്റ കാരണമാണ് അതിനുള്ളത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഭക്ഷണം തന്നെ സംഗതി. ഇന്നിപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും സ്ഥലക്കച്ചവടക്കാരാണ്. 5 സെൻറ്റ് 3 സെൻറ്റ് 10 സെൻറ്റ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, പോയി നോക്കുക, തൊട്ട് കൊടുക്കുക, അതൊക്കെയാണ് പരിപാടി എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും സ്ഥലക്കച്ചവടം. നമ്മൾക്ക് തന്നെ വലിയ കച്ചവടമുള്ളൂ, നമ്മളാണ് വലിയ ആൾക്കാർ. എന്നാൽ ഉമർ ഖത്താബിന് സ്ഥലക്കച്ചവടമായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പഠിച്ചു നോക്കി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സ്ഥലക്കച്ചവടക്കാരനായിരുന്നു. നമ്മളൊന്നല്ല വലിയ കച്ചവടക്കാർ, മൂപ്പർക്ക് കച്ചവടമാണ്. സയ്യിദുനാ ഉമർ അമീർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് കച്ചവടം നിർത്തിയത്. അതുവരെയും മഹാനവറുകൾ സ്ഥലക്കച്ചവടക്കാരനായിരുന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കൊരു 5 സെൻറ്റ് ഉണ്ട്, എത്ര റുപ്യക്കും വിൽക്കാം. പക്ഷെ തൊയ്യിബാകണമെങ്കിൽ അത് വാങ്ങിയിട്ട് അതിൽ പാർക്കണ ആളുണ്ടല്ലോ, അയാൾ എന്നും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ തന്നെ ഇതെന്താ വെച്ചാൽ വേസ്റ്റോ കൂടി കൊണ്ടെങ്ങാണ്ട് ഇട്ടുങ്ങാണ്ട് തൂർത്തുങ്ങാണ്ട് മേലെ കുറച്ച് ചുവന്ന മണ്ണിട്ടാണ്ട് വായച്ചിക്കാണ്, എന്നിട്ട് വില കൂട്ടി വിറ്റിക്കാണ്. ഓൻ പെരക്ക് പാതകം കീറിയപ്പോഴല്ലേ രേശാണ്ട് മാന്തി നോക്കുമ്പോൾ എല്ലും കോലും ഒക്കെയാണ് അടിയിലുള്ളത്. ഇങ്ങനെ നേരാവുക? എങ്ങനെ നേരാവുക നിങ്ങൾ പറയും? നൽകുന്നവൻ്റെ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമാണ് കച്ചവടത്തിലെ വരുമാനം തൊയ്യിബാവുള്ളൂ. അല്ലെങ്കിൽ ഹലാലാകും. ഹലാല് മൊത്തം തിന്നാനൊന്നും പാടില്ല, തൊയ്യിബേ തിന്നാൻ പാടുള്ളൂ. ളുഹർ നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കന്ന് പോകുമ്പോൾ അബ്ദുറഹ്മാൻ കാക്കാൻ്റെ മൂവാണ്ടം മൂച്ചിമെന്ന് ഒരു മാങ്ങ ഉണ്ട്, റോട്ടിക്ക് ചാടി കിടക്കണം. ആ എടുത്തുങ്ങാണ്ട് പോയിട്ട് മീന്തരിട്ടുങ്ങാണ്ട് ചമ്മന്തി അരച്ച് തിന്നാൽ ഹലാലാവും. കാരണം ഒരു മാങ്ങയൊന്നും ചാടിയതിന് അബ്ദുറഹ്മാൻ ഒന്നും പറയില്ല, അത് കൊണ്ടുപോയി തിന്നാം. തൊയ്യിബാകണമെങ്കിൽ അസർ നിസ്കാരത്തിന് വന്നപ്പോൾ അബ്ദുറഹ്മാനെ കണ്ടു. അപ്പോൾ ഓനോട് പറഞ്ഞു, പിന്നെ അബ്ദുറഹ്മാനെ, എൻ്റെ മൂവാണ്ടം മൂച്ചിമെന്ന് റോട്ടുമ്മക്ക് ചാടിയെന്നൊരു മാങ്ങ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അബ്ദുറഹ്മാൻ പറയണം, കുഞ്ഞാമതെ കൊണ്ടുപോയതും പൊരുത്തപ്പെട്ടു, ഇനി കൊണ്ടുപോകാനുള്ളതും പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ തൊയ്യിബായി. അതുകൊണ്ട് തിന്നുന്ന സാധനം തൊയ്യിബായിരിക്കണം. ദൂരം എന്നല്ല, രാമനാട്ടുകരയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വണ്ടി ഇല്ലാത്ത കാലത്ത് ഞാൻ കണ്ണൂരിൽ നിന്നൊരു പരിപാടി കഴിഞ്ഞ് വരികയാണ്. കണ്ണൂരിൽ നിന്നൊരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഒരു രാത്രിയും പകലൊക്കെ ഉള്ള തോന്നുന്നുണ്ട് ഒരു കടയിൽ. ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സാഹചര്യം ഒന്നും എനിക്കറിയില്ല. ഒരു 8-9 കൊല്ലക്കായിട്ട് സ്ഥിരമായിട്ട് വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ ഒരു ദിവസത്തെ ഒരു കഥയാണ് ഈ പറയുന്നത്. ഒരു ദിവസം ഇങ്ങനെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ കയറി. അവ ചോദിച്ചു, ഞാനിവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ആംപ്ലേറ്റും ബ്രെഡും ഉണ്ട് പറഞ്ഞു. എന്നാൽ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ആംപ്ലേറ്റും ബ്രെഡും കൊടുന്നത് തിന്നു. അപ്പോൾ എല്ലാ മേശപ്പുറത്തും ഇങ്ങനെ കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അന്ന് ഈ കുപ്പിയിലെ വെള്ളം വലിയൊരു അത്ഭുതമുള്ള സംഭവമായിരുന്നു. മുമ്പ് നമ്മളൊക്കെ നാട്ടിൽ കല്യാണത്തിന് സോഡക്കുപ്പിയിൽ സർവത്ത് കൊടുക്കുമല്ലോ. സംഗതി ക്ലാസ് പാരിന് അതേ സർവത്ത് തന്നെയാണ് കുപ്പിയിലുള്ളത്. എന്നാലും ആ കുപ്പിയിൽ നിന്ന് അതിങ്ങനെ വലിച്ചു കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. എന്ന മാതിരി കുപ്പിയിൽ വെള്ളം വെക്കൽ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോൾ എല്ലാ മേശപ്പുറത്തും ഇതേമാതിരി കുപ്പിയിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്.
ഞാൻ ആംപ്ലേറ്റും ബ്രെഡും കഴിക്കാൻ വേണ്ടി ഇരുന്ന മേശൻ്റെ അടുത്ത് 2 കുപ്പിയിൽ വെള്ളമുണ്ട്. ഞാൻ അതിന് 1 കുപ്പിയുടെ വെള്ളം എടുത്തുങ്ങാണ്ട് കുടിച്ചു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കൈ കഴുകിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ക്യാഷിലിരിക്കണ മുതലാളിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന ആള് പണിക്കാരോട് ചോദിച്ചു, ഈ മേശമ്മ ഉണ്ടായിരുന്ന കുപ്പിയത്തെ വെള്ളം ആരെ എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എടുത്ത ആൾ ഞാനാണ്, എനിക്കറിയാലോ ഞാനെടുത്തതെന്ന്. ഞാൻ പറഞ്ഞു അത് ഞാൻ എടുത്ത് കുടിച്ചാണ് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ആരെ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞത്? അത് ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടി പെരേന്ന് കൊണ്ടുവന്നതാണല്ലോ. ഓൻ്റെ കുട്ടിയെ സിറാത്ത് പാലത്തുമ്പോൾ മണ്ടാൻ വേണ്ടിയിട്ട് മജ്ലിസുന്നൂർക്ക് 313. ആർക്കാ ഓൻ്റെ 313 വേണ്ടത്? ഓന് കുടിക്കാൻ വേറെ വെള്ളം, നാട്ടുകാർക്ക് കൊടുക്കാൻ വേറെ വെള്ളമാണെങ്കിൽ മക്കൾ നന്നാവൂല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ, ഹോട്ടൽ നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, വെള്ളക്കച്ചവടം ചെയ്യുന്നവർ, അച്ചാർ കമ്പനി നടത്തുന്നവർ, കോഴിപ്പീട് നടത്തുന്നവർ, മീൻ കച്ചവടം ചെയ്യുന്നവർ, ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിച്ചില്ലെങ്കിൽ മക്കളുടെ കേടുവരും, മക്കൾ കേടുവരും. അപ്പം അത് നല്ലോണം സൂക്ഷിക്കണം. ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ ആമാശയത്തിലേക്ക് മ്ലേച്ഛമായ സാധനം എത്തിച്ചേരുന്നതിന് നീ കാരണമായാൽ മക്കളിൽ ഒന്ന് ബുദ്ധിയില്ലാത്തതായിരിക്കും, ഒന്ന് അംഗവൈകല്യമുള്ളതായിരിക്കും, ഒന്ന് ചിന്താപരമായ വൈകല്യമുള്ളതായി മാറിയിരിക്കും. അതുകൊണ്ട് സാമ്പത്തിക ക്രമക്കേട് മക്കളെ ബാധിക്കും. ഇത് നല്ലോണം തിരിച്ചറിയണം. വരുമാനം ഹലാലായാൽ പോരാ, വരുമാനം തൊയ്യിബായിരിക്കണം. തൊയ്യിബായ വരുമാനം ഒരു മനുഷ്യനുണ്ടോ ഓൻ്റെ മക്കൾ സ്വാലിഹ്യങ്ങളായിരിക്കും. അതിന് വേറൊന്നും ചെയ്യണ്ട. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ ആർക്കാ ബേജാറില്ലാത്തത്? നമ്മൾ ഈ അധ്വാനിക്കണൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. ആ മക്കൾ നാളെ നമുക്ക് എതിരുന്നാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാവണമെന്ന് ആഗ്രഹിക്കുന്നവർ സമ്പത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണം. ഹലാലും തൊയ്യിബുമായത് മാത്രം. കണ്ണഞ്ചരട്ടെടുത്തിട്ട് രാമനാട്ടുകര അങ്ങാടി കൂടെ തെണ്ടിയിട്ട് 1 ഉറുപ്യ വാങ്ങിയിട്ടാണ് തൊയ്യിബായ ഭക്ഷണം മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് തെണ്ടി 1 ഉറുപ്യ വാങ്ങലാണ്. കുട്ടികൾ കേടുവരില്ല, മറ്റേ കുട്ടി കേടുവരും തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം. 3 വൈകല്യങ്ങൾ ഭക്ഷണം കേടുവന്നാൽ മക്കളിൽ പ്രതീക്ഷിക്കണം. ഒന്ന് ബുദ്ധി വൈകല്യം, മറ്റൊന്ന് ചിന്താപരമായ വൈകല്യം, മൂന്നാമത്തേത് അംഗവൈകല്യം. സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് നല്ലോണം സൂക്ഷിക്കണം. യത്തീമിൻ്റെ മുതൽ കൈവശം വെച്ചാൽ മക്കൾ കേടുവരും. അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കൾ കേടുവരും. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മക്കൾ കേടുവരും. ഭാര്യയുടെ സമ്പത്ത് അവരുടെ സമ്മതമില്ലാതെ എടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ കേടുവരും. ആരാൻ്റെ മുതൽ പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ കേടുവരും. അതുകൊണ്ട് മക്കൾ കേടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുതലാണ്, സമ്പത്താണ് കാരണം. പൈസ ഉണ്ടാവണതിന് ഞാനെതിരല്ല. പൈസ ഉണ്ടാക്കണം എല്ലാവർക്കും പൈസ വേണം, നല്ലോണം പൈസ വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണ്. അക്കാലത്ത് മഹാനവറുകൾക്ക് സ്വന്തമായി കപ്പലുണ്ട്. നല്ല പൈസക്കാരനാണ്. അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ആണ്ടുമാസമാണിത്. ജമാഅത്തുൽ ഉല റിഫായി ഷെയ്ഖിൻ്റെ ആണ്ടുമാസമാണ്. സ്വന്തമായി കൃഷിസ്ഥലമുണ്ടായിരുന്നു. ആ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഭക്ഷണമായിരുന്നു തൻ്റെ ശിഷ്യന്മാർക്ക് കഴിക്കാൻ കൊടുത്തിരുന്നത്. ആരും മോശമൊന്നുമല്ല. പൈസ ഉണ്ടാകണേന് ഞാനെതിരല്ല. പൈസ വേണം, പക്ഷെ എന്തായിരിക്കണം? ഹലാലായിരിക്കണം, തൊയ്യിബായിരിക്കണം. എങ്ങനെയും ഉണ്ടാക്കിയതാകാൻ പറ്റൂല. നമുക്ക് ഒരു 10 സെൻറ്റ് സ്ഥലം കിട്ടിയെന്ന് വിചാരിക്കുക. സെൻറ്റിന് 1 ലക്ഷം റുപ്യ, 10 ലക്ഷം റുപ്യക്ക് 10 സെൻറ്റ് സ്ഥലം കിട്ടിയെന്ന് വിചാരിച്ചോളി. അതെവിടെ കിട്ടുന്ന? അപ്പോൾ ആ 10 സെൻറ്റിന് മറിച്ച് വിട്ടാലിന്നൊന്നും പറയാൻ നിൽക്കണ്ട. വിചാരിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. 10 സെൻറ്റ് സ്ഥലം സെൻറ്റിന് 1 ലക്ഷം റുപ്യയായിട്ട് നമുക്ക് കിട്ടി. നമ്മളെ മുതലാണ്, നമുക്ക് ഇഷ്ടമുള്ളതിന് വിൽക്കാം. 15-ന് വിൽക്കാം, 20-ന് വിൽക്കാം, 25-ന് വിൽക്കാം, 50-ന് വിൽക്കാം. വേണ്ടൊരു വാങ്ങിയാൽ മതിയല്ലോ. അതേ സമയത്ത് അതൊക്കെ ഹലാലേ ആകുള്ളൂ. തൊയ്യിബാകണമെങ്കിൽ അത് വാങ്ങണ ഒരാളുണ്ടല്ലോ. 10 ലക്ഷം റുപ്യക്ക് 10 സെൻറ്റ് സ്ഥലം വാങ്ങി അതിൻ്റെ ചുറ്റുഭാഗത്ത് കുറച്ച് പൊട്ടലും സെക്കൻഡ് കല്ല് ഇറക്കിങ്ങാണ്ട് കെട്ടി, എന്നിട്ട് JCB കൊടുങ്ങാണ്ട് ഒന്നാണ് നിരത്തി.
അതൊന്നൊരു ഉഷാറാക്കി. എന്നിട്ട് അതിലൊരു നാടൻ കിണർ കുത്തി അതിനൊരു ആൾമരൊക്കെ കെട്ടി ആ മണ്ണും നിരത്തി കുറച്ച് വാഴ കൊടുന്ന് വെച്ചു, കുറച്ച് മുരിങ്ങാക്കാലും കൊടുന്ന് കുഴിച്ചിട്ട് അതിന്മേൽ കൂടെ കുരുളകിൻ്റെ വള്ളി കയറ്റി. എന്നിട്ട് അവിടെ കടന്നു പട്ടയം വാങ്ങി നീതി അടച്ചു, പേപ്പറൊക്കെ ക്ലിയറാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഗൾഫിൽ നിന്ന് സത്താറ് നാട്ടിൽ വന്നു. അവന് പെരപ്പണി തുടങ്ങണമെന്നുണ്ട്. പള്ളിക്കന്ന് ലോറൻസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ പള്ളിൻ്റെ 4 പേരെ അപ്പുറത്ത് കുറച്ച് വായും മുരിങ്ങയൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ അതിനോടൊരു താല്പര്യം. ആർദാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു മയമുട്ടിയാജിലതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മയമുട്ടിയാജിലെടുത്ത് എന്നിട്ട് ചോദിച്ചു, മയമുട്ടിയാജിയെ നിങ്ങളെ സ്ഥലം കൊടുക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു കൊടുക്കാനുള്ള തന്നെയാണ്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനത് സെൻറ്റിന് 10 ലക്ഷമായിട്ട് വാങ്ങിയതാണ്, 1 ലക്ഷമായിട്ട് വാങ്ങിയതാണ്, 10 ലക്ഷത്തിന് വാങ്ങിയതാണ്. അതാ കാണുന്ന കോലത്തിലാക്കിയത് ഞാനാണ്. നികുതി അടച്ചു, പട്ടയം വാങ്ങി നികുതി അടച്ചു, പേപ്പറൊക്കെ ക്ലിയറാണ്, അടിയാധാരം റെഡിയാണ്. അതിനൊരു 50,000 റുപ്യ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഒരു 10 റുപ്യ എനിക്ക് അതിന് ചിലവാണ്. ഒരു 15 ലക്ഷം റുപ്യ തന്നാൽ എനിക്ക് ഞാനതാണ് തരാമെന്ന് പറഞ്ഞു. വാങ്ങിയത് എത്രക്കാന്ന് പറഞ്ഞു, ചിലവ് എത്രയെന്ന് പറഞ്ഞു, ലാഭം എത്രയെന്നും പറഞ്ഞു. ഓൻ അവിടെ നിന്നാണ് പോയിട്ട് 2 കച്ചവടക്കാരെ കണ്ടിട്ട് ചോദിച്ചു, നമ്മളാ പള്ളിൻ്റെ 3ാമത്തെ ആ പറമ്പുണ്ടല്ലോ വാഴ നിൽക്കണേ, അത് വിൽക്കുകയാണ്, ഞാൻ വാങ്ങിയാൽ മുതലാവുമോ എന്ന് ചോദിച്ചു. എത്രക്കാ തരാമെന്ന് ചോദിച്ചു. 15-ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കച്ചവടക്കാരൊക്കെ പറഞ്ഞു എന്തായാലും വാങ്ങിക്കോ, നഷ്ടമില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മോങ്കാക്കാട് ചോദിക്കാൻ വേണ്ടി പോയി. അമ്മോങ്കാക്കാട് ചോദിച്ചു, അമ്മോങ്കാക്ക ഞാൻ ഏതായാലും തറട്ടുങ്ങാണ്ട് പോകണമെന്ന് വിചാരിക്കുകയുണ്ട്, നമ്മളെ പള്ളിൻ്റെ അപ്പുറത്തുള്ള മയമുട്ടിയാജിൽ ആ സ്ഥലം ചോദിച്ചിട്ടുണ്ട്, 15 റുപ്യക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വാങ്ങിക്കോ, അൽഹംദുലില്ലാ നല്ല സ്ഥലമാണടാ, അത് 15-ന് ഒരു നഷ്ടമില്ല, ഇനി 20-നാണെങ്കിലും നഷ്ടമില്ല, നല്ല സ്ഥലമാണ് എന്ന് പറഞ്ഞപ്പോൾ വന്നങ്ങാണ്ട് 1 ലക്ഷം റുപ്യ അഡ്വാൻസ് എന്നുകൊണ്ട് പറഞ്ഞു ബാക്കി 3 മാസം കൊണ്ട് ക്ലിയർ ചെയ്യാമെന്ന് പറയുമ്പോൾ കിട്ടണ 4.5 ലക്ഷം റുപ്യല്ലേ, അതണ്ട് തിന്നാൻ കൊടുത്താൽ സ്വാലിഹാകാൻ വേറെ ദോരക്കണ്ട എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മക്കൾക്ക് ഭാര്യക്ക് തിന്നാൻ കൊടുക്കുന്നത് നമ്മൾ തിന്നുന്നത് ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. 1000 റുപ്യക്ക് പണിയെടുത്തിട്ട് 1200 റുപ്യൻ്റെ വാശി പിടിച്ച് വാങ്ങിയാൽ 200 റുപ്യ തൊയ്യിബാവൂല. 1000 റുപ്യക്ക് പണിയെടുത്തിട്ട് 990 റുപ്യ മതിയെന്ന് പറഞ്ഞങ്ങാണ്ട് 10 റുപ്യ അങ്ങടനം കൊടുത്താൽ തൊയ്യിബാകും എന്നാണ്. പൈസ തരണോൻ്റെ സംതൃപ്തിയാണ് പണം തൊയ്യിബാക്കുന്നതിൻ്റെ മാനദണ്ഡം. പണം തരുന്നവൻ്റെ സംതൃപ്തിയെയാണ് തൊയ്യിബ് എന്ന് പറയുന്നത്, വാങ്ങണവൻ്റെ സംതൃപ്തിയല്ല. അത് വരുമാനത്തിലുണ്ടോ അതാണ്ട് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ സ്വാലിഹ്യങ്ങളായിരിക്കും, അവർ നല്ലവരായിരിക്കും. അതുകൊണ്ട് മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അതിൻ്റെ 1ാമത്തെ വഴി എന്ന് പറയുന്നത് സമ്പത്ത്, വരുമാനം, ഭക്ഷണം ഹലാലും തൊയ്യിബുമായിരിക്കലാണ്. മുഅ്മിനീങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പ്രണയത്തിന് 5 കൊല്ലം കാലാവധി ഉണ്ടായിരിക്കും. ഉമ്മാക്ക് അറിയുന്ന തരത്തിൽ കുട്ടികൾ 5 തവണയെങ്കിലും അടയാളം കാണിക്കും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികളെയാണ്. കാരണം ആൺകുട്ടികളുടെ പ്രണയം പലപ്പോഴും മുതലാക്കൽ പ്രണയമാണ്, പെൺകുട്ടികളുടേതാണ് സീരിയസ് പ്രണയം. മദ്യം മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം കൊണ്ട് കാര്യമില്ല, അവനാൻ്റെ കുട്ടികളെ അവനാൻ നോക്കണം. 17 അടയാളങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരടയാളമാണെങ്കിൽ പ്രശ്നമില്ല, 3 അടയാളമുണ്ടെങ്കിൽ ഭയപ്പെടണം. മയക്കുമരുന്നിൻ്റെ അടയാളം കാണുന്നുണ്ടെങ്കിൽ അതിന് ചികിത്സിക്കുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. മാറ്റിയെടുത്തതിന് ശേഷം സാഹചര്യം മാറ്റിക്കൊടുക്കണം. ഏത് സാഹചര്യത്തിലാണോ അത് തുടങ്ങിയിട്ടുള്ളത് മാറ്റിക്കൊടുക്കണം. മക്കൾ നന്നാവാൻ 5 കാര്യങ്ങളെയാണ് സൂക്ഷിക്കേണ്ടത്. ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഭാര്യ മക്കൾ കഴിക്കുന്ന ഭക്ഷണവും ഹലാലായാൽ പോരാ, തൊയ്യിബായിരിക്കണം. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ്റെ സംതൃപ്തിയുണ്ടോ തൊയ്യിബാണ്. അബുദാബിയിൽ ജോലി ചെയ്യാണ്, കഫ്റ്റീരിയയിലാണ് ജോലി, 10 കൊല്ലമായിട്ടുണ്ട്. 7500 ദിർഹംസ് ശമ്പളമുണ്ട്. കൊറോണ വന്നു, കടങ്ങിന് നിലനിൽപ്പ് ഭീഷണിയിലാണ്. മുതലാളി പറഞ്ഞു
എടാ ശമ്പളമൊന്നും കൂടുതൽ തരാൻ കഴിയുന്നില്ല, 7500 ഞാൻ എനിക്ക് എങ്ങനെയും ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഓൻ പറഞ്ഞു ഒരു ആശുപത്രി കേസ് വന്നാൽ എന്താ കാട്ടുക, എനിക്ക് 10 ഉറുപ്പ്യ വേണം, അല്ലെങ്കിൽ ഹുറൂജ് അടിച്ചാളി എന്ന് പറഞ്ഞു. മുതലാളി ഒരു ഗതിയുമില്ലാതെ വന്നു. കാരണം ഇവരണ്ട് പോയാൽ പീടിയ പൂട്ടേണ്ടി വരും. അപ്പോൾ കടക്കട്ട ഭണ്ഡാരെടുക്കാൻ 10,000 ദിർഹംസ് പറഞ്ഞാണ്ട് തന്നാൽ 2500 ദിർഹംസ് എല്ലാ മാസവും ആശുപത്രിക്ക് മാറ്റി വെച്ചോളി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നൽകുന്നവൻ്റെ സംതൃപ്തി പണത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴേ തൊയ്യീബാവുള്ളൂ. തൊയ്യീബ് കഴിക്കണം, തൊയ്യീബ് കഴിക്കാൻ കൊടുക്കണം. മക്കൾ നേരാവും, കുടുംബം നേരാവും, എല്ലാവരും സ്വാലിഹ്യങ്ങളായിത്തീരും. മഹല്ല് കമ്മിറ്റി വളരെ നല്ല ഒരു സദുദ്യമത്തിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതൊരു അവസാനത്തെ പരിപാടിയാകരുത് എന്നും ഇടക്കിടക്ക് ഇതുപോലെയുള്ള ബോധവൽക്കരണങ്ങളും പരിപാടികളൊക്കെ നടക്കണം. യുവാക്കളെ വേറെ വിളിക്കണം, കുട്ടികളെ വേറെ വിളിക്കണം, പെൺകുട്ടികളെ വേറെ വിളിക്കണം, ആൺകുട്ടികളെ വേറെ വിളിക്കണം. പറഞ്ഞ് കുഴങ്ങരുത്. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കുഴങ്ങിയെന്ന് തോന്നരുത്. പറഞ്ഞുകൊണ്ടേയിരിക്കുക. പറഞ്ഞാൽ ആളുകൾ നന്നാവും, ആളുകൾ നല്ലവരാണ്. പൊതുവേ മനുഷ്യൻ പൊതുവേ നല്ലവനാണ് എന്ന ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരുമിച്ച് കൂടിയതും നീ കബൂലാക്കണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഇരുലോക വിജയികളിൽ ചേർത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്. കടങ്ങളെ വീട്ടി സലാമത്താക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാഹ്. മാലിലും ഔലാദിലും അസുവാജിലും ബുയൂത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും മക്കളെയും ചേർക്കണേ അല്ലാഹ്. പ്രായമായവർ ധാരാളമുള്ള സദസ്സാണ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. കുട്ടികളുള്ള സദസ്സാണ്, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ കബൂലാക്കണേ അല്ലാഹ്. സ്ത്രീകളുള്ള സദസ്സാണ്, അവരുടെ കൽബിൻ്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. വിധവകളുള്ള സദസ്സാണ്, കൽബിന് സബർ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിലെ ഐക്യത്തെയും യോജിപ്പിനെയും നീ നിലനിർത്തണേ അല്ലാഹ്. ഇജ്അൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫർറുഖനാ മിൻ ബഅദിഹി തഫർറുഖൻ മഅസൂമാ വലാ തജ്അൽ മിന്നാ വലാ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. دعاء ചെയ്യണം. അസ്സലാമു അലൈക്കും.